Hello dear students, welcome to the another class of our mathematics. Today we are going to discuss a new chapter number 7, integrals. Integrals എന്ന് പറയുന്ന chapter one of the largest chapter in plus 2 mathematics എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുന്ന പ്രോസസ് ആണ് ഡിഫറൻഷിയേഷൻ. The process of finding derivative is called differentiation. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ. റെഡി അല്ലേ? അപ്പോ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ the process of finding integrals is called integration. Integration is also known as the reverse process of differentiation. ഡിഫറൻഷിയേഷന്റെ ഒരു റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഡിഫറൻഷിയേഷൻ അറിയാലോ, ഇന്റഗ്രേഷൻ വളരെ സിമ്പിൾ ആയി മാറും. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് രണ്ട് ചാപ്റ്റർ എന്ന രീതിയിലാണ്. ഇന്റഗ്രൽസ് നമ്മൾ രണ്ട് ടോപ്പിക് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നും രണ്ടാമത്തത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നും നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിക്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡെറിവേറ്റീവ്, അതുപോലെ ഇന്റഗ്രൽസ് എന്നൊക്കെ പറഞ്ഞാൽ. ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ഒരു അൺസിമെട്രിക് ആയിട്ടുള്ള ഒരു വലിയൊരു കർവിന്റെ താഴെ കിട്ടുന്ന ഏരിയ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്റഗ്രൽ. ഇതാണ് ഇന്റഗ്രേഷന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഇന്റഗ്രൽസ് ഈസ് കോൾഡ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ഈസ് ഓൾസോ കോൾഡ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് വൺ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആൻഡ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചാപ്റ്റർ എന്താന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോ സിമ്പിൾ ആയിട്ട് ഞാൻ ഇന്റഗ്രേഷന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറയുകയാണെങ്കിൽ d by dx of f of x സ്മാൾ ലെറ്റർ f of x, d by dx of സ്മാൾ ലെറ്റർ f of x എന്നുള്ളതിനെ ഞാൻ ക്യാപിറ്റൽ f of x എന്നാണെന്ന് പറഞ്ഞു. d by dx of സ്മാൾ ലെറ്റർ f of x equal to ക്യാപിറ്റൽ f of x ആണ്. അങ്ങനെയാണെങ്കിൽ here we can call, ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം? ഈ സ്മാൾ ലെറ്റർ f of x എന്ന് പറഞ്ഞാൽ is the integral of capital F of x, is the integral of capital F of x. അല്ലെങ്കിൽ ഇത് എന്ത് വിളിക്കാം? ആന്റി ഡെറിവേറ്റീവ് ആണെന്നൊക്കെ വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പേര് വിളിക്കാം? ആന്റി ഡെറിവേറ്റീവ് എന്നൊക്കെ വിളിക്കാം. കാരണം ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ ആന്റി എന്നല്ലേ വിളിക്കാം. ഒരു വൈറസ് ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന സംഭവത്തിന് നമുക്ക് ആന്റി വൈറസ് എന്നൊക്കെ വിളിക്കൂലേ, അതിന്റെ ഓപ്പോസിറ്റ് എന്നുള്ള അതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷനെ ഡെറിവേറ്റീവ് ചെയ്തപ്പോ കിട്ടുന്നതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എങ്കിൽ ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഏത് ഫംഗ്ഷൻ ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? The derivative, integrals is the reverse process. Integration is the reverse. Reverse അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? Inverse process is the inverse process of derivative. Inverse process of derivative is called integration. Is called integration. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റഗ്രേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. Process of finding derivative is called differentiation. Process of finding integrals is called integration എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലെ? അപ്പൊ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. d by dx of സ്മോൾ ലെറ്റർ f of x കൊണ്ട് നമുക്ക് എന്താന്ന് മനസ്സിലായി? ക്യാപിറ്റൽ f of x ആണെങ്കിൽ ക്യാപിറ്റൽ f of x ന്റെ ഇന്റഗ്രൽ ആണ് ആര്? സ്മോൾ ലെറ്റർ f of x എന്ന് നമുക്ക് പറയാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. That is d by dx of x square equal to ആരാ? 2x ആണ്. d by dx of x square എന്ന് പറഞ്ഞാൽ 2x അല്ലേ? നമുക്ക് അറിയുന്ന റിസൾട്ട് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x square is the integral. x square is the integral of 2x എന്ന് പറയും. റെഡി അല്ലേ? x square is the integral of 2x. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് പറയാം. 2x is the derivative. 2x is the derivative of ആരാണ്? x square ആണ്. റിലേഷൻ മനസ്സിലായല്ലോ? x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെങ്കിൽ x സ്ക്വയർ എന്നുള്ളത് എന്താണ്? 2x ന്റെ ഇന്റഗ്രൽ ആണ്. അത്രേ ഉള്ളൂ. അപ്പോ x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 2x കിട്ടി. x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 2x കിട്ടി. 2x നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ x സ്ക്വയറും കിട്ടി. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെയൊക്കെ എഴുതാം അല്ലെ?
d/dx of duck equal to egg ആണെങ്കിൽ ഇതിന്റെ റിലേഷൻ ആട്ടാ പറയുന്നത് ഇന്റഗ്രൽ ഓഫ് എഗ് ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കാം ഡക്ക് ആണെന്ന് പറയാം. ഇറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് നമ്മൾ ഇന്റഗ്രേഷനിൽ ചെയ്യുന്നത്. അപ്പോ ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ പറയാട്ടോ. The process integration എന്ന് പറഞ്ഞാൽ the process of finding integrals or antiderivative of a function is called integration. അല്ലേ? അതായത് ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ ആണ്. സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ ആണെന്ന് പറയാം. ഇവിടെ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന രീതി ദാറ്റ് ഈസ് ഞാൻ അതിന്റെ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്ന രീതി പറയാം. ദാറ്റ് ഈസ് d/dx ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? d/dx ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇന്റഗ്രേഷന് ഞാൻ ഡിനോട്ട് ചെയ്യുന്ന രീതി ദ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമ്മൾ പ്ലസ് വണ്ണിലും ഫിസിക്സിലൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്റഗ്രൽസ് എന്താ, ഡിഫറൻഷ്യൽ എന്തൊക്കെയാന്നൊക്കെ അല്ലെ? അതേപോലെ തന്നെയാണ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഒക്കെയാണ്. മറിച്ച് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അൺസിമെട്രിക്കൽ ഷേപ്പുള്ള ഒരു കർവ്, നമ്മളെ റെക്ടാംഗിളും ഇതൊന്നുമല്ല ട്രയാംഗിളും ഒന്നും അല്ലാത്ത ഇങ്ങനെ ഒരു കർവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ, അതിന്റെ താഴെയുള്ള ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്റഗ്രൽസ്. ഒരൊറ്റ അപ്ലിക്കേഷൻ ഉള്ളു ഇന്റഗ്രൽസിന്. അതെന്താണ്? ഏരിയ അണ്ടർ ദ കർവ് ആണ്. ഒരു അപ്ലിക്കേഷൻ ഉള്ളൂ കേട്ടോ. അപ്പോ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന രീതി ഇന്റഗ്രൽ ഓഫ്. ഓക്കെ, അതായത് ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എലോങ്ങേറ്റഡ് എസ് എന്നാണ്. സിമ്പിൾ എന്താണ്? എലോങ്ങേറ്റഡ് എസ്. എസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇങ്ങനെ നീട്ടി വലിച്ചതാണ് ഇന്റഗ്രലിന്റെ സിമ്പിള്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇല്ലേ, അതിന് നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. ഇവിടെ ഡിവിഷനിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ അല്ലെ? വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിന്റെ എസ് എലോങ്ങേറ്റഡ് എസ്, അതായത് കുറെ ഏരിയകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് പേരും കൂടി വിളിക്കാം? സമ്മേഷൻ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പേര് വിളിക്കും? പ്രിമിറ്റീവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. സമ്മേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് പേര് വിളിക്കാം? പ്രിമിറ്റീവ് എന്നൊക്കെ വിളിക്കാം. ഇതാണ് ഒരു ഇന്റഗ്രൽസിന്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിളില് നമ്മൾ ഈ ചാപ്റ്റർ രണ്ട് രീതിയിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുക. രണ്ട് രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുക. ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ നമ്പർ 7 ഇന്റഗ്രൽസ് ആണെങ്കിലും ഞാൻ ഇതിന് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്ത് പറയുന്ന സമയത്ത് രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് ഇതിനെ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് വൺ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ ആരാണ്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇതിലെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇനി ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. d/dx ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2x ആണല്ലോ. d/dx ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 2x ആണ്. ദ ഇന്റഗ്രൽ ഓഫ് 2x ഈസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ എഴുതാം നമുക്ക്. d/dx ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 2x എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. വെരി സിമ്പിൾ. അടുത്തത് ഒരേ എക്സാമ്പിൾ തന്നെ എഴുതി. d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു എന്താ? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 2ന്റെ ഡെറിവേറ്റീവ് എന്താ? 0. എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് വീണ്ടും ഒരു ഡയലോഗ് എഴുതാം. ദ ഇന്റഗ്രൽ ഓഫ് 2x ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണെന്ന് എഴുതാം. ഓക്കെ അല്ലെ? ഇപ്പൊ രണ്ട് രീതിയിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് ഞാൻ വീണ്ടും ഒന്നും കൂടി എഴുതി. ദാറ്റ് ഈസ് d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1000. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഈ വാല്യൂ 10,000ന്റെ വാല്യൂ 0. അപ്പോൾ നമുക്ക് ഇവിടെ ഇതേ ഡെഫിനിഷൻ എഴുതാം. എങ്ങനെ എഴുതാം? ദ ഇന്റഗ്രൽ ഓഫ്
the integral of 2x is x square plus 10,000 എന്ന് എഴുതാം. അപ്പൊ ഇവിടൊക്കെ വരുമ്പോ ഇന്റഗ്രേഷൻ ഒരു യുണീക്ക് അല്ല എന്ന് മനസ്സിലായി അല്ലെ. ഇന്റഗ്രൽസ് നമുക്ക് ഒരു യുണീക്ക് ആയി കിട്ടുന്നില്ല. അതായത് കുറെ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ ഒക്കെ സെയിം ആവുകയാണ്, ഒരുപാട് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ ഒക്കെ സെയിം ആവുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ 2xന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. 2xന് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്, ഇന്റഗ്രൽ ആയി വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കൂടി എനിക്കൊരു യുണീക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? വി എക്സ്പ്രസ് എ കോൺസ്റ്റന്റ്. ഇതിനെ ഞാൻ ഒരു കോൺസ്റ്റന്റ് ആയി ഒരു കോൺസ്റ്റന്റ് ഇവിടെ കൺസിഡർ ചെയ്യും. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ്. ഞാൻ ഇവിടെ ഇപ്പോ ഈ 10,000 ആയി 2 ആയി ബാക്കി എന്ത് വാല്യൂ ഒക്കെ ഇവിടെ ഇനിയിപ്പോ ഏത് കോൺസ്റ്റന്റ് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് 2x അല്ല. ഡെറിവേറ്റീവ് 2x ആയതുകൊണ്ട് 2xന്റെ ഇന്റഗ്രൽ ഒക്കെ എന്തായിരിക്കും? x square plus a constant നമുക്ക് എഴുതിക്കൂടാ. ഓക്കെ ആണല്ലോ. അപ്പോ ഞാൻ ഇതിനെ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് d by dx of x square plus a constant equal to x square ന്റെ ഡെറിവേറ്റീവ് ഓൾസോ എന്തായി മാറി? 2x ആയി മാറി. പ്ലസ് c എന്ന് പറഞ്ഞാൽ അത് എന്തായി? 0 ആയി മാറി. ഇപ്പൊ എനിക്ക് ഇവിടെ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടി. എങ്ങനെ ക്ലാരിറ്റി കിട്ടി എന്നാ പറഞ്ഞത്? ഇവിടെ ഒന്ന് മാറ്റി എഴുതാൻ കഴിഞ്ഞു. ദാറ്റ് ഈസ് 2x is the integral of, okay, ഇത് ഞാൻ മാറ്റി എഴുതി. the integral of 2x is x square plus c. ഓക്കെ ആണല്ലോ. ഈ c നെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ്. ഇതിനെ ഞാൻ ചുമ്മാ കൺസിഡർ ചെയ്തതാണ്. ഈ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. സിക്ക് എന്തുണ്ട്? ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്ന രീതി, നമ്മൾ ജനറലി ഡിനോട്ടഡ് ബൈ ഇന്റഗ്രൽ ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ ഇന്റഗ്രൽ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്ന രീതിയാട്ടോ ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് അല്ലെ. നമ്മളിവിടെ കിട്ടിയത് ഇങ്ങനല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ഇനി നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് into dx with respect to x, variable of integral with respect to x എന്നുള്ളതിനെ into dx ആയി equal to ആരാണ്? that is ആരായി മാറി? f of x. ഇവിടെ വെറും f of x അല്ലല്ലോ, ഇവിടെ നമുക്ക് പല പല വാല്യൂസ്, ഇവിടെ ഇനി എനി കോൺസ്റ്റന്റ് c വരാം. അപ്പോഴൊക്കെ നമുക്ക് f of x അല്ലേ കിട്ടുക. അതായത് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് എന്തുണ്ട്? ഇന്റഗ്രൽസ് ഉണ്ട്. ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇന്റഗ്രൽസ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോ ഇതിനെ ഞാൻ ക്ലാരിറ്റി ആക്കി എഴുതി. ഇന്റഗ്രൽ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടുത്തെ ഓരോ സിംബലുകളെ, ഇതാണ് ആര്? ഇന്റഗ്രൽ. ഈ സിംബലിന്റെ പേരാണ് എന്ത്? ഇന്റഗ്രൽ അഥവാ സമ്മേഷൻ. ഈ എഫ് ഓഫ് എക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റഗ്രന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റഗ്രന്റ്. ഇതാണ് വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഇതാണ് ആര്? വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ. നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ടിയിലൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ടി തീറ്റയിലൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യണില്ലേ? അതേപോലെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് സൊല്യൂഷൻ. ഇതാണ് ആര്? അതായത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഫംഗ്ഷൻ കിട്ടി. ഇതല്ലേ ദാറ്റ് ഈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രൽസ്. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രൽസ്. ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇന്റഗ്രൽസിലുള്ളത്. ഇനി നമുക്കൊരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറിയാം, അപ്പൊ നമുക്ക് ആ ഫംഗ്ഷന്റെ ഇന്റഗ്രലും പറയാം. ഓക്കെ അല്ലേ? നോക്കാം. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ഇന്റഗ്രൽ ഓഫ് sin x, ഫസ്റ്റ് വൺ നമുക്ക് ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ഡെറിവേറ്റീവ് ആണ്. കാരണം നമ്മളിപ്പോ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ നമുക്ക് അറിയാത്തൊരു സംഭവങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതുമായി കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ഉണ്ടാവും. എന്താ എനിക്ക് തോന്നുന്നത്? അപ്പൊ ഞാൻ എഴുതി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x സ്ക്വയർ പ്ലസ് 1ന്റെ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ ഇന്റഗ്രൽ ഓഫ് 3x സ്ക്വയർ പ്ലസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ
അതിന്റെ വാല്യൂ എന്താ ഉണ്ടാവുക എക്സ് ക്യൂബ് പ്ലസ് ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് അത് എന്താന്ന് മനസ്സിലായി എക്സ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തൊരു കോൺസ്റ്റന്റ് 1 ഉണ്ട്, പക്ഷെ ആ 1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തിടും പ്ലസ് സി എന്നിടും. ഓക്കെ അല്ലേ? അടുത്ത മോഡല് അടുത്തൊരു വാല്യൂ എഴുതി ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് 10 ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 10ന്റെ ഡെറിവേറ്റീവ് എന്താ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് 10ന്റെ ഡെറിവേറ്റീവ് 0, അതായത് ഇവിടെ ഒന്നും ഇല്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താന്ന് എഴുതാം സൈൻ എക്സ് ആണെന്ന് എഴുതാം. പക്ഷെ അതിന്റെ അടുത്ത് എന്തെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിലോ ദാറ്റ് ഈസ് പ്ലസ് ആരായി സി ആയി മാറി. ഓക്കെ അല്ലെ? എഴുതിയ മെത്തേഡ് മനസ്സിലായല്ലോ. എപ്പോഴും ഇന്റഗ്രൽസ് എഴുതുന്ന സമയത്ത് പ്ലസ് സി വെച്ച് എഴുതുകയാണെങ്കിൽ ആ ഇന്റഗ്രന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഓക്കെ അല്ലെ? അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ 2 ടൈപ്പാണ് പറയാ. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഡിസ്കസ് ചെയ്യാം. ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ ആരും ഉണ്ടാവില്ല, സി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് നമുക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതാണെന്ന് വിചാരിച്ചോ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇത് ഏത് മുതൽ ഏത് വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എ മുതൽ ബി വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എ മുതൽ ബി വരെ ഉണ്ടാവുന്ന ആ കർവിന്റെ താഴെയുള്ള ഏരിയ ആണ് നമുക്ക് കിട്ടുക. ആ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെന്ന് എഴുതാം. അവിടെ പ്ലസ് സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് എഴുതാൻ പാടില്ല, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഇപ്പൊ നമ്മള് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോ അതിന്റെ കൂടെ ആൻസർ ചെയ്താലും പ്ലസ് സി ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. അതിന്റെ കാരണം എന്താണ്? കാരണം ഒരു ഫംഗ്ഷന് ഒരുപാട് ഇന്റഗ്രൽസ് ഉണ്ടാവും. ഒരു ഫംഗ്ഷൻ ഒന്നിൽ കൂടുതൽ ഇന്റഗ്രൽസ് ഉണ്ടായതുകൊണ്ട് അതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി ഒരു പ്ലസ് സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എഴുതിയാൽ മതി. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ് അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഇന്റഗ്രൽസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫംഗ്ഷന്റെയും ഇന്റഗ്രൽസ് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ ഫംഗ്ഷന്റെയും ഇന്റഗ്രൽസ് നമുക്ക് എഴുതാം. ഇവിടെ നോക്കിക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ഇന്റഗ്രൽ ഓഫ് 1 dx ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 dx ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ലേ? എക്സ് പ്ലസ് സി എന്ന് എഴുതാം. കാരണം ഇതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ എന്താ കിട്ടുക സോറി ഡിഫറൻസിയേഷൻ 1 അല്ലേ കിട്ടുക. അടുത്തൊന്നും കൂടി പറ ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇതിന് മാത്രം ഞാൻ ഇവിടെ ഒന്ന് എഴുതും ഇന്റഗ്രൽ ഓഫ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ സി എക്സ് പ്ലസ് ഡി ആവാം. കാരണം ഈ സി എക്സ് പ്ലസ് ഡിനെ ഡിഫറൻഷിയേറ്റ് ഇങ്ങോട്ട് ചെയ്താം സി എക്സ് പ്ലസ് സിനെ സിന്റെ ഡെറിവേറ്റീവ് സി എക്സിന്റെ ഡെറിവേറ്റീവ് സി അല്ലേ പ്ലസ് സിന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ? അതുകൊണ്ട് ഇത് വീണ്ടും നമുക്ക് എന്ത് കിട്ടും സി കിട്ടിക്കോളും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ ആണ്. അതായത് ഈ മൂന്നാമത്തത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ തേർഡ് വൺ ശ്രദ്ധിക്കേട്ടാ. ഇനി തേർഡ് ഫോർമുല ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതായി മാറി. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ ടൈംസ് എക്സ് റൈസ് ടു എൻ മൈനസ് 1 അല്ലേ? ആണല്ലോ. അപ്പൊ അത് വെച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി എൻ ഇൻടു എക്സ് റൈസ് ടു എൻ മൈനസ് 1 റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി n പ്ലസ് 1 ഇൻടു ആരായി 1 ക്യാൻസൽ ആയി എക്സ് റൈസ് ടു n ആയി. ഈ n പ്ലസ് 1 കോൺസ്റ്റന്റ് അല്ലേ? അതിന് പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഈക്വൽ ടു ആരായി മാറി എക്സ് റൈസ് ടു n ആയി മാറി. ഈക്വൽ ടു ആരായി മാറി എക്സ് റൈസ് ടു n ആയി മാറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ അത് ആരാ ശരിക്കും എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് സി ആണ്. ഓക്കെ, അപ്പോ ഞാൻ എഴുതി അടുത്ത ഫോർമുല ഞാൻ എഴുതി ഇന്റഗ്രൽ ഓഫ് ആരായി മാറി എക്സ് റൈസ് ടു n വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ അത് ആരായി മാറി എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് ആരായി സി ഈസ് ഓൾവേസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് മോഡ് എക്സ്. ലോഗ് മോഡ് എക്സ് എന്ന് പറയാനുള്ള കാരണം ലോഗിന്റെ ഉള്ളിൽ മൈനസ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ലോഗ് മോഡ് എക്സ് എന്ന് എഴുതി. ഇവിടെ നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് എഴുതാൻ നമുക്ക് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതാരാ ലോഗ് മോഡ് എക്സ് പ്ലസ് ആരായി സി ആയി മാറി. നേരെ ഓപ്പോസിറ്റ് എഴുതാം ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാലോ
that is equal to ആരായി മാറി ഇന്റഗ്രൽ ഓഫ് e raised to x dx is equal to ആരായി e raised to x plus ആരായി c ആയി മാറി. ഓക്കേ അല്ലേ? നെക്സ്റ്റ് വൺ, ഇനി ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ആണ് പറയുന്നത്. d by dx of sin x എന്ന് പറഞ്ഞാൽ അത് cos x അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് cos x with respect to x എന്ന് പറഞ്ഞാൽ that is equal to ആരായി മാറി sin x plus ആരായി c ആയി മാറി. sin x plus ആരായി മാറി c ആയി മാറി. നെക്സ്റ്റ് വൺ, സെവൻത്ത് ഫോർമുല പറയുന്നത് d by dx of cos x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ് മൈനസ് sin x അല്ലേ? അപ്പോ ഈ മൈനസിന് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തുകൂടാ. മൈനസിന് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ ഇന്റഗ്രൽ ഓഫ് sin x എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് cos x. അപ്പോ ഞാൻ ഇതിനെ ശ്രദ്ധിക്കാം. ഇന്റഗ്രൽ ഓഫ് ആരായി sin x വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറഞ്ഞാൽ അത് ആരായി മൈനസ് cos x പ്ലസ് ആരായി c ആയി. ഓക്കെ അല്ലേ? അടുത്തത് ഓക്കെ, ഇതിവിടെ ഡയറക്റ്റ് ചെയ്താ ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ x dx എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായി മാറി tan x പ്ലസ് c ആയി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ ഓഫ് d by dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ cot x എന്ന് പറഞ്ഞാൽ മൈനസ് cosec സ്ക്വയർ x അല്ലേ? ഈ മൈനസിനെ ഞാൻ എന്ത് ചെയ്തു സൈൻ ചെയ്ത പോലെ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുക ഇന്റഗ്രൽ ഓഫ് cosec സ്ക്വയർ x എന്ന് പറഞ്ഞാൽ മൈനസ് cot x ആണ്. ഇന്റഗ്രൽ ഓഫ് cosec സ്ക്വയർ x dx എന്ന് പറഞ്ഞാൽ അതാരായി മൈനസ് cot x പ്ലസ് ആരായിക്കോളും c ആയിക്കോളും. ഓക്കെ അല്ലേ? അടുത്തത് d by dx of sec x എന്ന് പറഞ്ഞാൽ sec x tan x ആണ്. അപ്പൊ അതിന് നേരെ തിരിച്ചിട്ട് കിട്ടിയത് ഇന്റഗ്രൽ ഓഫ് sec x tan x dx ഈക്വൽ ടു sec x പ്ലസ് c. ഓക്കെ അല്ലേ? നമുക്ക് മനസ്സിലായല്ലോ ഇന്റഗ്രേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ആർ ഇൻവേഴ്സ് പ്രോസസ്. ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആ ഡിഫറൻഷിയേറ്റ് ചെയ്തതിൽ നിന്ന് ഫംഗ്ഷനെ കണ്ടെത്തുന്നു. ഈസ് കോൾഡ് ഇന്റഗ്രേഷൻ. അടുത്തത് d by dx of cosec x എന്ന് പറഞ്ഞാൽ അതാരാണ് മൈനസ് cosec x cot x ആണ്. സെയിം പ്രോഗ്രാം ഞാൻ ചെയ്തു. ഈ മൈനസിന് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ എന്തായി ഇന്റഗ്രൽ ഓഫ് cosec x cot x എന്ന് പറഞ്ഞാൽ മൈനസ് cosec x പ്ലസ് c ആണ്. ഇന്റഗ്രൽ ഓഫ് cosec x cot x dx എന്ന് പറഞ്ഞാൽ അതാരാണ് മൈനസ് cosec x പ്ലസ് ആരായി c ആയി മാറി. മൈനസ് cosec x പ്ലസ് ആരായി c ആയി മാറി. അടുത്ത പ്രോബ്ലം നോക്കൂ. a raised to x divided by log a. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു കേട്ടോ. d by dx of a raised to x എന്ന് പറഞ്ഞാൽ എന്താ ദാറ്റ് ഈസ് a raised to x into log e. റെഡി അല്ലേ? d by dx of a raised to x എന്ന് പറഞ്ഞാൽ a raised to x into log e. അപ്പോ ഈ log e ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഞാൻ നേരെ പുറത്തേക്കാക്കിയപ്പോ എന്താ d by dx of a raised to x divided by log e equal to ആരായി a raised to x. അപ്പൊ നമുക്കൊരു സ്റ്റൈൽ എഴുതാ ഇന്റഗ്രൽ ഓഫ് a raised to x dx എന്ന് പറഞ്ഞാൽ അതാരാ a raised to x divided by log e ആണെന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങനെയാണ് ആ ഫോർമുല ഉണ്ടാവുന്നത്. ഇന്റഗ്രൽ ഓഫ് a raised to x dx എന്ന് പറഞ്ഞാൽ a raised to x divided by ആരാണ് log e ആണെന്ന് എഴുതാം. a raised to x divided by ആരാണ് log e ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് d by dx of root x എന്താ? d by dx of root x വളരെ സിമ്പിൾ ആയി നമുക്ക് അറിയുന്നതാണ് 1/2 root x ആണെന്നറിയാം. 1/2 root x ആണെന്ന് അറിയാം. ഈ 2 നെ ഇട്ട് കൊടുന്നോ ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ അല്ല സോറി ഇതിനിട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ആയി. അപ്പൊ എന്തായി മാറി d by dx of 2 root x എന്ന് പറഞ്ഞാൽ അതാരായി 1/root x. ഇവിടെ നേരെ തിരിച്ചിട്ട് കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി ഇന്റഗ്രൽ ഓഫ് 1/root x എന്ന് പറഞ്ഞാൽ അതാരായി ഇന്റഗ്രൽ ഓഫ് 1/root x dx എന്ന് പറഞ്ഞാൽ അതാരായി മാറി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 root x പ്ലസ് ആരായി c. ഓക്കെ സോറി കേട്ടോ പ്ലസ് c ആയി മാറി. ഇത്രയാണ് നമ്മളുടെ ഇന്റഗ്രേഷൻ പഠിക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ള ഫോർമുലകൾ. ആകെ എത്ര ഫോർമുല ഉള്ളത് 8, 9, 10, 11, 12, 13 ഫോർമുലാസ്. ഇതിലെ നമ്മുടെ ഡിഫറൻഷിയേഷനിലുള്ള അതേ ഫോർമുലകൾ തന്നെയാണ്. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇന്റഗ്രേഷൻ ഫുൾ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി എഴുതാനുള്ള ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസും കൂടി എഴുതാൻ നമുക്ക് അല്ലെ. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്, ഇൻവേഴ്സും കൂടി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു 14th ഫോർമുല എഴുതി d by dx of sin inverse x എന്താ 1/root of 1 minus x square. റെഡി അല്ലേ? ഇനി 15th നെക്സ്റ്റ് വൺ ഞാൻ എഴുതി d by dx of പറയണട്ടോ d by dx of cos inverse of x എന്ന് പറഞ്ഞാൽ അതാരാ മൈനസ് 1/root of 1 minus x square. ഇനി ഞാൻ സൈനിനും കോസിനൊക്കെ ചെയ്ത അതേ പ്രോഗ്രാം ഇവിടെ ചെയ്യും. മൈനസ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അപ്പോ
ഇതിന്റെ രണ്ടിന്റെ ഇന്റഗ്രന്റ്, അതായത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 1 - x² എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ സൈൻ ഇൻവേഴ്സ് ആവാം അല്ലെങ്കിൽ അത് കോസ് ഇൻവേഴ്സ് ആവാം. ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ ഇതിന്റെ ഒറ്റ ഫോമിലാണ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ഇന്റഗ്രൽ ഓഫ് ആരായി 1/√1 - x² dx എന്ന് പറഞ്ഞാലേ അത് ആരാന്നറിയാം? ഒന്നുകിൽ അത് ആരാവാം സൈൻ ഇൻവേഴ്സ് എക്സ് ആവാം, അല്ലെങ്കിൽ അത് ആരാവാം മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആവാം പ്ലസ് സി. റെഡി അല്ലേ? വാല്യൂ ഒന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതുപോലെ അടുത്ത രണ്ടെണ്ണം സെയിം പ്രൊസീജിയറിൽ രണ്ടെണ്ണം, ദാറ്റ് ഈസ് 16th വൺ എന്ന് പറഞ്ഞാൽ d/dx ഓഫ് ആരായി tan x എന്ന് പറഞ്ഞാൽ അതാരാ 1/1 + x ആണ്. 1/1 + x², tan ഇൻവേഴ്സ് x കേട്ടോ. d/dx ഓഫ് tan ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ 1/1 + x² ആണ്. 17th വൺ ഞാൻ വീണ്ടും എഴുതി d/dx ഓഫ് -cot ഇൻവേഴ്സ് x എന്താ ഞാൻ നേരിട്ട് എഴുതി, ദാറ്റ് ഈസ് cot ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് -1/1 + x² അല്ലേ? അപ്പൊ -cot ഇൻവേഴ്സ് x ന്റെ എന്താവും 1/1 + x² ആയി. ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്റഗ്രൽ ഓഫ് 1/1 + x² എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ tan ഇൻവേഴ്സ് x ആണ് അല്ലെങ്കിൽ cot ഇൻവേഴ്സ് x ആവും. അത് നമുക്ക് സിറ്റുവേഷൻ പ്രകാരം അപ്ലൈ ചെയ്യുകയും ചെയ്യാം, ഈസിയാണ്. അപ്പൊ ഇതിന് എഴുതി ഇന്റഗ്രൽ ഓഫ് 1/1 + x² dx എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ എന്താവാം tan ഇൻവേഴ്സ് x + c ആവാം, അല്ലെങ്കിൽ അത് എന്താവാം cot ഇൻവേഴ്സ് x + c ആവാം. ഓക്കെ, -cot ഇൻവേഴ്സ് x + c ആവും. റെഡി അല്ലേ? ഇനി അടുത്ത രണ്ട് സെറ്റ് 18th and 19th അല്ലേ? d/dx ഓഫ് sec inverse of x എന്ന് പറഞ്ഞാൽ അതാരാ 1/x × √x² - 1. ഓക്കെ അല്ലേ? അടുത്തത് d/dx ഓഫ് cosec inverse of x. ഈ ഡെറിവേറ്റീവ്സിൽ കോ എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കൊസീക്ക് കോട്ട് കോസ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന്റെയൊക്കെ ഡെറിവേറ്റീവ് മൈനസ് ഉണ്ടാകും കേട്ടോ. കോ ഫംഗ്ഷൻ കല്ല പ്രത്യേകത നമ്മൾ ട്രിഗണോമെട്രിയിൽ. അപ്പൊ എന്തായി മാറി -1/x × √x² - 1. ഇതിന്റെ നേരെ ഈ മൈനസിനെ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യട്ടെ. ഞാൻ ഈ മൈനസിനെ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതും. ദാറ്റ് എന്തായി മാറി ഇന്റഗ്രൽ ഓഫ് ആരായി dx, അതായത് 1/, എന്നുള്ള മീനിങ് x × √x² - 1 എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ എന്താവാം പ്ലസ് sec ഇൻവേഴ്സ് x + c ആവാം, അല്ലെങ്കിൽ അത് എന്താവാം cosec ഇൻവേഴ്സ് ഓഫ് x + ആരായി c ആവാം. ഇത്ര ഫോർമുല നമുക്ക് ഇന്റഗ്രേഷനിലുള്ളൂ. വളരെ സിമ്പിൾ ആയ പ്രോബ്ലംസ് ആണ്. പക്ഷേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നാനുള്ള കാരണം ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുല ബൈ ഹാർട്ട് അല്ല, അത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക് കുറച്ച് മെത്തേഡുകൾ ഡിസ്കസ് ചെയ്യേണ്ട. മെത്തേഡ്സ് മാത്രമായിട്ട് കണക്ട് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. കണ്ടന്റ് വൈസ് കുറവാണെങ്കിലും എക്സസൈസ് കുറച്ച് കൂടുതലുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ, നമ്മളുടെ എല്ലാ പ്രോപ്പർട്ടികളും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും. ഇനി അടുത്ത ടോപ്പിക് ഡിഫറൻഷിയേഷനിലുള്ള അതേ പ്രോപ്പർട്ടി നമുക്ക് പഠിച്ചു കൊടുക്കാം. k × അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ ഇപ്പൊ ഇങ്ങനെ വന്നു ഇന്റഗ്രൽ ഓഫ് sin x എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ? -cos x + c ആണ്. അതിന്റെ ഉള്ളിൽ ഒരു 10 വന്നാൽ 10 നമുക്ക് എടുത്ത് പുറത്തേക്ക് എഴുതാം. അപ്പൊ ഇവിടെ ആ 10 ഉണ്ടാവുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഫംഗ്ഷന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഔട്ട് സൈഡ് ആക്കാം. ഇനി ഫംഗ്ഷന്റെ കൂടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ അതിനെ വിളിച്ച് പുറത്തേക്ക് എഴുതാം, കുഴപ്പമില്ല. ഇനി ഇന്റഗ്രൽ ഓഫ് പ്ലസ് ഓർ മൈനസ് എന്നുള്ള മോഡലിലാണെങ്കിൽ അതിനൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഇന്റഗ്രന്റ് ആക്കി മാറ്റാം, അതിലൊന്നും കുഴപ്പമില്ല. മൂന്നാമത്തെ പ്രോപ്പർട്ടി then 1, 2, 3, 4, 5 ഈ രണ്ട് പ്രോപ്പർട്ടി നമുക്ക് എന്താ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി കൂടിയാണ്. ഇതെന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ റീസൺ ഞാൻ പറയാം. d/dx ഓഫ് ഇന്റഗ്രൽ ഓഫ് ആരായി മാറി d/dx ഓഫ് sin x അല്ലെ ഇൻറ്റു ആരായി പുറത്തൊരു dx. ഇതാണ് ഈ തിയറം പറയുന്നത്. മൂന്നാമത് ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ്. sin x ന്റെ ഡെറിവേറ്റീവ് എന്താ cos x. അപ്പൊ പുറത്തൊരു ഇന്റഗ്രൽ ഉണ്ടല്ലോ, അപ്പൊ ആരായി cos x ഔട്ട്സൈഡിലെ dx. cos x ന്റെ ഇന്റഗ്രൽ ആരാ sin x ആണ് പ്ലസ് c ആണ്. അത് നേരെ ഫംഗ്ഷൻ തന്നെ ആവും. അതായത് ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒരേ സമയത്ത് വന്നാൽ അതൊന്നും ഉണ്ടാവില്ല, ഫംഗ്ഷൻ തന്നെ ഉണ്ടാവുള്ളൂ. ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ തന്നെ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടി അതാ പറയുന്നത്. ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് f of x എന്ന് പറഞ്ഞാൽ f of x തന്നെയാണ്. ഡെറിവേറ്റീവ് ഓഫ് ഇന്റഗ്രൽ f of x dx എന്ന് പറഞ്ഞാൽ അതും f of x തന്നെയാണ്. അവിടെ ഒന്നുമില്ല. ഇത്ര പ്രോപ്പർട്ടിയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി ഇതുമായി ബേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അങ്ങ് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് ഇതാണ്. ഇന്റഗ്രേറ്റ് ദ ഫോളോവിങ്. താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം.
First one, integral of x square plus bx plus c dx. Second one, e raised to log sin x dx. Third one, integral of sin x plus cos x dx. Fourth one, 3 into x square plus 2 into e raised to x. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനെയായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം എന്താവും ഇന്റഗ്രൽസ് എന്നുള്ളൊരു ഡെഫിനിഷൻ മനസ്സിലാവും ചെയ്യും. അതിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഈക്വൽ ടു ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ax square plus bx plus c into dx. ശ്രദ്ധിക്കട്ടോ. ഈക്വൽ ടു ഇതിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഫസ്റ്റ് പ്രോബ്ലം അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് വൺ എന്ത് എഴുതി? ഇന്റഗ്രൽ ഓഫ് ബി എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് സി ഇൻറ്റു ഡി എക്സ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 3 പാർട്ടില്ലേ? ഇതിന് മുഴുവനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? 3 പാർട്ട് ഇന്റഗ്രന്റ് ആക്കി മാറ്റി. ഇനി ഇവിടെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഈ എനെ പുറത്തേക്ക് എഴുതാം. അപ്പൊ എന്താ ഉണ്ടാവുക? എ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഓക്കെ അല്ലേ ഇൻറ്റു ബി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ്. ഈ 3 ഫോർമുല നമുക്ക് അറിയുന്നതാണ്. ഇന്റഗ്രൽ ഓഫ് ഞാൻ എഴുതി ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ ഡി എക്സ് മോഡലല്ലേ ഇരിക്കുന്ന ആള്. ഇതും അങ്ങനെ തന്നെ, ഇതൊക്കെ അങ്ങനെ തന്നെ. ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ അല്ലേ? അപ്പോ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. എക്സ് ക്യൂബ് ബൈ 3 ആണ്. അപ്പോ ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ദാറ്റ് ഈസ് ആരായി? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ആരായി? ഇവിടൊക്കെ പ്ലസ് സി ആണ്. ഓക്കെ അല്ലേ? അവിടെ ഡിഫറൻസിയേഷനിൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2x എന്ന് പറയും. അതായത് പവർ ഒന്ന് കുറക്കും, പവറിന്റെ കോഎഫിഷ്യന്റ് ചെയ്തു അല്ലെ? ഇവിടെ അതേ പ്രോഗ്രാമിന് ചെയ്യാനുള്ളത് ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാലേ എങ്ങനെ എഴുതാന്ന് അറിയാം? എക്സിന്റെ പവർ ഒന്ന് കൂട്ടി എഴുതാം. എക്സ് റൈസ് ടു 5 ആ പവർ താഴെ എഴുതാം. വേഗം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സിന്റെ എല്ലാ പവറും ഇന്റഗ്രേഷൻ പറയാൻ വളരെ പെട്ടെന്ന് പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഒന്നും കൂടി എഴുതി നോക്കാം അല്ലെ? ഒന്നും കൂടി എഴുതാം. ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു -2 dx. ഇതെന്താ ഉണ്ടാവുക? സെയിം പ്രോസസ്. എക്സ് റൈസ് ടു -2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? എക്സ് റൈസ് ടു -1 ഡിവൈഡഡ് ബൈ -1. റെഡി അല്ലേ? അടുത്തത് ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 10 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റൈസ് ടു 11 ബൈ 11. ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 99 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റൈസ് ടു 100 ബൈ 100. ഓക്കെ അല്ലേ? അപ്പൊ ഇതേ ഫോമിൽ നമുക്ക് ഇവിടെയും കൂടി പറയണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി? എ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ബി ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2. ഇവിടെ എഴുതിയല്ലോ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ അത് സി ആണ് പ്ലസ് ആൻ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി. ഇതിനെ 2 സി ഉണ്ടായതുകൊണ്ട് ഇതിനിങ്ങനെ C1 എന്ന് പറയാം. ചുമ്മാ വിളിക്കുക C1 ഒക്കെ. ഇനി ഇതിലൊന്ന് അറേഞ്ച് ചെയ്താൽ മതിയല്ലോ. എ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ബി എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എക്സ് പ്ലസ് എനി ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി മീൻസ് C1. ഓക്കെ അല്ലേ? ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് മനസ്സിലായല്ലോ. ഒന്നും ചെയ്യാനില്ല. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പുറത്തോട്ട് എഴുതുക എന്നുള്ള സിസ്റ്റം തന്നെയാണ്. പിന്നെ പ്ലസോ മൈനസോ വെച്ച് ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് പേര് വിളിക്കാം? അതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇനിയിപ്പോ നമ്മള് ഡെറിവേറ്റീവ്സിൽ നമ്മുടെ ഇൻഡ് ഉണ്ടായിരുന്നു. ഇൻഡ് ഉണ്ടായപ്പോ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്തു. ആ പ്രൊഡക്റ്റ് റൂൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. നമ്മള് കോഷ്യന്റ് റൂൾ ചെയ്തു, അതും ഇവിടെ ഉണ്ട്. പക്ഷെ ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ പ്രോബ്ലം വൈസ് ചെക്ക് ചെയ്യുമ്പോൾ റെഡി ആയി കിട്ടി. ഇനി അടുത്ത പ്രോബ്ലം. ഇവിടെ നമുക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടി ആണ് ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താ? എക്സ് ആണ്. നമ്മള് ഡെറിവേറ്റീവ്സ് ഇൻ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാട്ടോ. ആ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ലോഗ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിന്റെ സ്ഥാനത്ത് സൈൻ എക്സ് ആണ് അല്ലെ? ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് ആരുണ്ടാവുക? ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് അല്ല. അപ്പൊ എന്തായി മാറി? സൈൻ എക്സ് മാത്രമായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് ഡി എക്സ് നമുക്ക് എന്ത് ചെയ്താ? സൈൻ എക്സ്
ഇൻറ്റു ആരായി ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ പറയാം വേഗം. സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് ഓഫ് കോസ് എക്സ് പ്ലസ് ആരാ സി ആണ്. ഈക്വൽ ടു ആരായി മൈനസ് കോസ് എക്സ് പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലസ് സി ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. പ്രോബ്ലം എന്താണ്? ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് പ്ലസ് ആരായി കോസ് എക്സ് ഇൻറ്റു ആരായി ഡി എക്സ് ആയി. സ്പ്ലിറ്റ് ചെയ്തോ? ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇൻറ്റു ആരായി ഡി എക്സ്. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് എന്താണെന്നറിയാം. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അതാരാ? കോസ് എക്സ് പ്ലസ് ലാസ്റ്റ് പ്ലസ് സി എഴുതിയാൽ മതി കേട്ടോ. ലാസ്റ്റ് പ്ലസ് സി, ഒരു പ്ലസ് സി ലാസ്റ്റ് ഉണ്ടായാൽ മതി. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരാ? സൈൻ എക്സ് ആണ്. പ്ലസ് ആരായി സി ആയി. ഓക്കെ അല്ലേ? അപ്പൊ തേർഡ് പ്രോബ്ലം ഈസി പ്രോബ്ലം ആയി. ദെൻ ഫോർത്ത് വൺ, 3x² പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നമ്മുടെ പ്രോബ്ലം എന്താണ്? ഇന്റഗ്രൽ ഓഫ് 3x² പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു 3 പുറത്തേക്ക് എഴുതി 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് x² സ്പ്ലിറ്റ് ചെയ്തു ഡി എക്സ് പ്ലസ് ഇവിടെ 2 പുറത്തേക്ക് എഴുതി 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? x² ഡെറിവേറ്റീവ് നേരിട്ട് പറയാം. x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x³ 3. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ നോക്കട്ടാ. ഇന്റഗ്രൽ ഓഫ് x റൈസ് ടു n dx എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? x(n+1/n+1) അല്ലേ? അതുപോലെ ഇന്റഗ്രൽ ഓഫ് x² എന്ന് പറഞ്ഞാൽ അത് ആരാണ് ശരിക്കും? x(2+1/2+1) ഫോർമുലയിൽ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? x³ 3 ആയി മാറി. ഓക്കെ അല്ലേ? പ്ലസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ആരായി? ഇ റൈസ് ടു എക്സ്. ഇനി ആരും ഒന്നും ചെയ്യാനില്ല, പ്ലസ് എന്തായി സി ആക്കി മാറ്റി. ഇതിന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഈ 3 ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ എന്താ ഉണ്ടാവുക? x³ പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ആരായി സി ആയി മാറി. വെരി സിമ്പിൾ. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അവിടെ നോക്കൂ, ഇവിടെ ഒരു a+b² മോഡലാണ് ഇന്റഗ്രന്റ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ ഞാൻ എഴുതി ഇന്റഗ്രൽ ഓഫ് പ്രോബ്ലം എന്താണ്? √x പ്ലസ് ആരായി 1/√x² ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ a+b² വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്താം. അപ്പൊ a+b² എന്ന് പറഞ്ഞാൽ a² പ്ലസ് ആരായി 2ab പ്ലസ് ആരായി b² ആയി മാറും. ഓക്കെ അല്ലെ? a² പ്ലസ് 2ab പ്ലസ് b². അപ്പൊ അത് വെച്ച് ഇവിടെ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? ഈ ഇന്റഗ്രന്റിന് ഞാൻ എടുത്തു. ഈ ആളെ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഇന്റഗ്രന്റ് ആരാ? √3x പ്ലസ് 1/√x². ഇതിനെ a+b² വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇത് a ആണ്, ഇത് b ആണ്. അപ്പൊ a² അല്ലെ? √x² പ്ലസ് 2 ഇൻറ്റു എന്റെ സ്ഥാനത്ത് ആരാ? √x ഇൻറ്റു ബിന്റെ സ്ഥാനത്ത് ആരാ? 1/√x ഇൻറ്റു ഓക്കെ കഴിഞ്ഞു പ്ലസ് ആരായി? b² എന്ന് പറഞ്ഞാൽ 1/√x ആരായി? (² ആയി. ഈക്വൽ ടു √x-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് അങ്ങോട്ട് പോയി കിട്ടും, x ആയി മാറി. പ്ലസ് ഇവിടെ റൂട്ട് ക്യാൻസൽ ചെയ്യാലോ, കാരണം രണ്ടും സെയിം അല്ലേ? √x ക്യാൻസൽ ആയി, ബാക്കി 2 ഉണ്ടാവും. പ്ലസ് ആരായി മാറി? 1/√x എന്ന് പറഞ്ഞാൽ 1² 1. √x-ന്റെ സ്ക്വയർ x. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x പ്ലസ് 2 പ്ലസ് 1/x എന്ന് എഴുതാം. x പ്ലസ് 2 പ്ലസ് 1/x. ഈ സംഭവം ചെറുതായി മാറി, മനസ്സിലായല്ലോ? ഇത് നേരെ ചെറുതായത് മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആയി നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ദെൻ ഇന്റഗ്രേറ്റ്. അപ്പൊ നമ്മൾ ആ ഇന്റഗ്രന്റിനെ ഇങ്ങോട്ട് മാറ്റിയെടുത്തതാട്ടാ. ദെൻ ഇന്റഗ്രേറ്റ്. ഇതിന് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ്. കാരണം ഇത് രണ്ടും സെയിം ആയി. ഈക്വൽ ടു എന്തായി? ഇന്റഗ്രൽ ഓഫ് x പ്ലസ് 2 പ്ലസ് 1/x ഇൻറ്റു ഡി എക്സ്. സ്പ്ലിറ്റ് ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് x dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 2 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1/x dx. ഇത് മൂന്നിന്റെ ഫോർമുല നമുക്കറിയാം. x ന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ x⁻1 അല്ലേ? ഇത് ഞാൻ ഡയറക്റ്റ് എഴുതി x²/2 പ്ലസ് ഈ 2 ആയിട്ട് പുറത്ത് കഴിഞ്ഞ 1 dx അല്ലേ? അപ്പൊ അതെന്തായി? 2x പ്ലസ് എടാ ഇന്റഗ്രൽ ഓഫ് 2 ഇൻറ്റു 1 dx എന്ന് പറഞ്ഞാൽ അതാരായി? 2 ഇൻറ്റു x പ്ലസ് c ആയി മാറും കേട്ടോ. അപ്പൊ അത് ഇവിടെ എഴുതി.
ഇനി 1/x എന്ന് പറഞ്ഞാൽ 1/x എങ്ങനെ ആലോചിച്ച് നോക്കൂ, ആരുടെ ഡെറിവേറ്റീവ് 1/x? log x ന്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പൊ 1/x ന്റെ ഇന്റഗ്രൽ ആരാ? log x ആണ്. ലോഗിന്റെ ഉള്ളിൽ മൈനസ് ഇല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? log mod x ലാസ്റ്റിന് പ്ലസ്. പ്രോബ്ലം ചെയ്ത് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. സിക്സ്ത് പ്രോബ്ലം പറയുന്നത് x³ - 1 ഡിവൈഡഡ് ബൈ x² dx. ഇത് നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു അല്ലെ. പക്ഷെ നമ്മള് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ പറഞ്ഞില്ല കേട്ടോ. പ്രോപ്പർട്ടിയിൽ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. എങ്ങനെ? ഈ ഒരു ഇന്റഗ്രന്റിനെ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഇതിന് ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ തോന്നും. x³ - 1 dx പിന്നെ ഡിവൈഡഡ് ബൈ x² dx. ഇത് വളരെ തെറ്റാണ്. ഇങ്ങനെ എഴുതാനേ പാടില്ല. ഇങ്ങനെ പ്രോപ്പർട്ടി എവിടെയും പറഞ്ഞില്ല. ഇതാണ് ശരിക്കും കോഷ്യൻ റൂൾ ആണ്. പക്ഷെ നമുക്ക് ഡെറിവേറ്റീവ് ആണെങ്കിൽ കോഷ്യൻ റൂൾ ഉണ്ട്, മറിച്ച് എന്തില്ല, ഇന്റഗ്രേഷനിൽ കോഷ്യൻ റൂൾ ഒന്നുമില്ല. അതൊക്കെ ഓരോ മെത്തേഡാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നോട്ട് കൺസിഡർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അത് നോക്കുക. നോട്ട് എന്ന് പറഞ്ഞാൽ ലെറ്റ് f1 f2 etc fn and g be any functions. ഇതാരാണ്? any functions ആണെങ്കിൽ that is integral of f1 plus f2 plus etc plus fn dx all divided by g. ഇങ്ങനെ വന്നാൽ ഈ മോഡലിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് നോക്കി കേട്ടോ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് f1 by g dx. ഇങ്ങനല്ലേ ഓരോ ന്യൂമറേറ്ററിനും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ജനറൽ അല്ലേ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് f2 by g dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് f2 by g പ്ലസ് എക്സെട്രാ ഇന്റഗ്രൽ ഓഫ് fn by g പ്ലസ് പ്ലസ് ഇൻറ്റു dx എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്ത മോഡൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ a/b പ്ലസ് a1/b പ്ലസ് a2/b പ്ലസ് a3/b പ്ലസ് എക്സെട്രാ an/b ആണെങ്കിൽ എല്ലാ ഫ്രാക്ഷൻസിനും ഒരേ ഡിനോമിനേറ്റർ അല്ലേ, അതുകൊണ്ട് b a1 പ്ലസ് a2 പ്ലസ് എക്സെട്രാ a. ഈ ഒരു നോട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതിയെടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിനെ മാറ്റി എഴുതുന്നത് ശ്രദ്ധിക്കട്ടോ. ഇതാണ് നമ്മുടെ പ്രോബ്ലം. സിക്സ്ത് പ്രോബ്ലം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ ഇന്റഗ്രൽ ഓഫ് എന്ത് ചെയ്യാം? ഇവിടെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ. ഈ രണ്ടാൾക്കാർക്ക് അങ്ങോട്ട് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്തായി? x² by x² minus x³ by x² minus 1 by x² into dx. ഇതിനെങ്ങനെ എഴുതാലോ? സ്പ്ലിറ്റ് ചെയ്യും. ഇന്റഗ്രന്റിന് സ്പ്ലിറ്റ്. ഇവിടെ സ്ക്വയറും ക്യൂബും കൂടി ക്യാൻസൽ ആയി. ഈ താഴെയുള്ള ആൾക്ക് ഇങ്ങനെ എഴുതാലോ. 1/a⁻n എന്ന് പറഞ്ഞാൽ അത് ശരിക്കും a⁻n അല്ലേ. അത് വെച്ചിട്ട് ഇയാളെ മേലക്ക് എഴുതും. അതിന് മുമ്പ് ഞാൻ അതിന് ഇന്റഗ്രന്റിന് സ്പ്ലിറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് x³ x² കട്ട് ചെയ്ത ബാക്കി ഒരു x ഉണ്ടാവും, dx എഴുതി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഈ x² ഞാൻ മുകൾക്ക് എഴുതി. കാരണം എനിക്ക് താഴെ 1/x ആണെങ്കിൽ എനിക്ക് ലോഗ് അപ്ലൈ ആയിരുന്നു. പക്ഷെ 1/x² ആയതുകൊണ്ട് ലോഗ് പോസിബിൾ അല്ല. കാരണം എന്താ? 1/x ഇന്റഗ്രൽ മാത്രമാണ് log x ഉള്ളത്. അതേടൊപ്പം 1/x² ഇന്റഗ്രലിൽ log x ഒന്നുമില്ല. അപ്പോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഡിനോമിനേറ്റർ ഞാൻ മേലേക്ക് എഴുതി 2 into dx എന്ന് എഴുതി. ഓക്കെ അല്ലെ? 2 into ആരായി? dx എന്ന് എഴുതി. ഈക്വൽ ടു എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം x²/2 ആണ് മൈനസ് x⁻⁻2 ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ n = അപ്പൊ എങ്ങനെ എഴുതാം? x⁻⁻2 plus 1 divided by -2 plus 1 plus ആരായി? c ആണ്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ ആരാ? x⁻n+1/n+1 ആണ്. കാരണം n ന്റെ വാല്യൂ മൈനസ് ആയി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു x² divided by 2 minus x⁻⁻2 plus 1 എന്ന് പറഞ്ഞാൽ x⁻−1 divided by ആരായി? -1. ഇനി ശ്രദ്ധിക്കുക, ഈ താഴെ കാണുന്ന മൈനസ് ഈ സെന്ററിലുള്ള മൈനസിന് എന്താകും? പ്ലസ് ആക്കിക്കോളും. x²/2 പ്ലസ് ആരായി? x⁻−1 എന്ന് പറഞ്ഞാൽ അതാരാ? 1/x ആയി പ്ലസ് ആരായി? c ആയി മാറും. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയി എഴുതി. ഓക്കെ അല്ലേ? അപ്പോ ഒരു നോട്ട് കൂടെ നമ്മൾ പുതിയതായ ഒരു നോട്ട് പഠിച്ചു. ആ നോട്ടും കൂടി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ ഓഫ് sec(x) into sec(x) plus tan(x). അപ്പോ ഇവിടെ നമുക്ക് തന്ന ഇന്റഗ്രന്റ് ആരാ? ഇന്റഗ്രൽ ഓഫ് sec(x) into ആരായി? sec(x) plus ആരാണ്?
tan x dx ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രോഗ്രാം ഈ sec x നുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ sec x into sec x എന്ന് പറഞ്ഞാൽ sec square x പ്ലസ് ആരായി sec x into ആരായി tan x dx ആയി. ഇതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരെ sec square x ആരുടെ ഡെറിവേറ്റീവ് ആ tan x ന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ sec square x എന്ന് പറഞ്ഞാൽ ആരുടെ ഇന്റഗ്രൽ ആ tan x ന്റെ ഇന്റഗ്രൽ ആ. sec x tan x എന്ന് പറഞ്ഞാൽ ആരുടെ ഡെറിവേറ്റീവ് ആ sec x ന്റെ ആണ്. അപ്പോൾ sec x tan x ന്റെ ഇന്റഗ്രൽ എന്താ sec x ആണ്. അപ്പോൾ ഇവിടെ sec square x എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇന്റഗ്രൽ ഓഫ് sec square x into dx പ്ലസ് ആരായി ഇന്റഗ്രൽ ഓഫ് sec x into tan x into dx. ഇവിടെ നമുക്ക് അറിയുന്ന റിസൾട്ട് ആട്ടോ. ഇവിടെ എല്ലാം നമുക്ക് അറിയുന്ന റിസൾട്ടുകളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് sec square x എന്ന് പറഞ്ഞാൽ അതാരാ tan x പ്ലസ് c ആണ്. അടുത്തത് ഇന്റഗ്രൽ ഓഫ് sec x into tan എന്ന് പറഞ്ഞാൽ അതാരാ sec x പ്ലസ് c ആണ്. ഈ രണ്ട് റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ആൻസർ ആയി ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഉള്ള ദാറ്റ് ഈസ് ആരായി മാറി tan x പ്ലസ് ആരായി മാറി sec x tan x നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം sec x ആയി പ്ലസ് ആരായി c ആയി മാറി. ഓക്കേ അല്ലേ? അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വന്നപ്പോ ഇനി ഏത് പ്രോബ്ലത്തിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് അറിയാത്ത മോഡലാണെങ്കിൽ അറിയുന്ന മോഡലിലേക്ക് മാറ്റുക. അതാണ് ഇന്റഗ്രേഷന്റെ പ്രൊസീജിയർ. അപ്പോൾ നോക്കാം നെക്സ്റ്റ് പ്രോബ്ലം 1 minus sin x divided by cos square x. എങ്ങനെയാ നമ്മളെ സെയിം പ്രോപ്പർട്ടി സ്പ്ലിറ്റ് ചെയ്തോ ഇന്റഗ്രൽ ഓഫ് 1 minus sin x dx all divided by cos square x. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവുക ഇന്റഗ്രൽ ഓഫ് അല്ലെ ന്യൂമറേറ്റർ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത മോഡലാണ്, ഡിനോമിനേറ്റർ ക്ലബ് ചെയ്ത മോഡൽ അല്ലേ. അപ്പൊ ഈ ക്ലബ് ചെയ്തതിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവുക ഇന്റഗ്രൽ ഓഫ് 1 by cos square x minus sin x divided by cos square x into dx equal to integral of split ചെയ്യുന്നുണ്ട് ട്ടോ 1 by cos square x എന്ന് പറഞ്ഞാൽ അതാരാ sec square x into dx ആയി മൈനസ്. ഓക്കേ നമ്മൾ അറിയുന്ന കേസുകളല്ലേ 1 by cos എന്ന് പറഞ്ഞാൽ ആരായി sec ആയി. അപ്പോൾ 1 by cos square എന്ന് പറഞ്ഞാൽ sec square x ആയി. 1 by tan എന്ന് പറഞ്ഞാൽ അതാരായി cot ആയി. അപ്പോൾ 1 by tan square ആണെങ്കിൽ cot square ആയി മാറി. 1 by sin എന്ന് പറഞ്ഞാൽ അതാരായി cosec ആയി മാറി അല്ലേ. അപ്പോൾ 1 by sin square എന്ന് പറഞ്ഞാൽ cosec square x ആയി. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആട്ടോ. ഇനി താഴെ എന്തുണ്ട് രണ്ട് കോസ്. അപ്പോ ഇവിടെ രണ്ട് കോസ് ഇല്ലേ, ഇതിലെ ഒരു കോസും സൈനും കൂടി സൈൻ ബൈ കോസ് പറഞ്ഞാൽ അത് ആരായി tan x ആയി. പിന്നെ ബാക്കി ഒരു കോസും കൂടി ഉണ്ടാവില്ലേ. ഇതിനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. sin x ഡിവൈഡഡ് ബൈ cos x into ആരാണ് cos x ആയി. ഈ വാല്യൂ നമ്മൾ വായിച്ച് ഈ കാണുന്ന ആള് sin x by cos x ആണ് tan x into 1 by cos x എന്ന് പറഞ്ഞാൽ sec x ആയി. അപ്പൊ tan x into ആരായി sec x into ആരായി dx ആയി ഈക്വൽ ടു sec square x എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇന്റഗ്രേഷൻ ഉണ്ട് tan x മൈനസ് tan x into sec x ആണ്. sec x tan x ആരായി ഇന്റഗ്രൽ ആണ് ദാറ്റ് ഈസ് sec x പ്ലസ് c ന്റെ ഇന്റഗ്രൽ ആണ്. അപ്പൊ അത് ആൻസർ കിട്ടി. ഓക്കേ അല്ലേ? നെക്സ്റ്റ് പ്രോബ്ലം കൂടി നോക്കാം. cosec x into bracket of cosec x plus cot x ഉള്ളിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നും ചെയ്യാനില്ല. ഇന്റഗ്രൽ ഓഫ് ആരായി cosec x into ആരായി cosec x പ്ലസ് ആരായി cot x into ആരായി dx ആയി. ഉള്ളിനെ മൾട്ടിപ്ലൈ ചെയ്യാം. cosec x into cosec x എന്ന് പറഞ്ഞാൽ ആരായി മാറി cosec square x ആയി അല്ലെ. പ്ലസ് അടുത്തത് ആരായി മാറി cosec x into ആരായി cot x ആയി മാറി. ഓക്കെ ആണല്ലോ. ഇനി ഇന്റഗ്രൽ ഓഫ് എന്താന്ന് മനസ്സിലായി cosec square x എന്ന് പറഞ്ഞാൽ ആരാ മൈനസ് cot x ആണ്. മൈനസ് ആരായി cot x. അടുത്തത് ഇന്റഗ്രൽ ഓഫ് cosec x cot x എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും മൈനസ് cosec x ആണ്. കാരണം നമ്മൾ പറഞ്ഞു കോ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് അതിലൊരു മൈനസ് ഇട്ട് കൊടുക്കണം. ഇത് രണ്ട് മൈനസ് ആക്കാം. അപ്പൊ എന്തായി cosec square x എന്ന് പറഞ്ഞാൽ മൈനസ് cot x പ്ലസ് ഇനി cosec x cot x ന്റെ ഇന്റഗ്രൽ എന്താ മൈനസ് ആരായി മാറി cosec x പ്ലസ് ആരായി c. ഇവിടെ മൈനസ് cot x ഈ മൈനസും പ്ലസും കൂടി മൈനസ് cosec x പ്ലസ് ആരായി c. ഓക്കെ അല്ലേ? അടുത്തൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. 10th പ്രോബ്ലം sec square x by cosec square x. ഇതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. ഇന്റഗ്രൽ ഓഫ് sec square x dx ഡിവൈഡഡ് ബൈ ആരായി മാറി
കൊസീക്ക് സ്ക്വയർ എക്സ് ആയി മാറി. ഇവിടെ സീക്ക് സ്ക്വയർ എക്സ് അല്ലേ, സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1/cos സ്ക്വയർ എക്സ് അല്ലേ, അപ്പൊ അത് ഓക്കെ ആയി. ഇനി അടുത്തത് കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അതാരാ 1/sin സ്ക്വയർ എക്സ് അല്ലേ. ഇത് രണ്ടും കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/sin, ഓക്കെ സീക്ക് ആയതുകൊണ്ട് കോസ് 1/ എന്തായി മാറി cos സ്ക്വയർ എക്സ് ഇൻറ്റു dx ഹോൾ ഡിവൈഡഡ് ബൈ cosec സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1/sin സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, ഇവിടെ ഒരു ഫ്രാക്ഷൻ a/b ഡിവൈഡഡ് ബൈ c/d ആണെങ്കിൽ എന്താ ഉണ്ടാവുക, a/b ഹോൾ ഡിവൈഡഡ് ബൈ c/d ആണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, a/b ഇൻറ്റു d/c എന്ന് എഴുതിക്കൂടാ. അതായത് ഡിനോമിനേറ്ററിന്റെ എന്തെടുക്കാം, റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, 1/ ആരായി മാറി 1/cos സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി മാറി, ഈ സൈന് നേരെ തിരിച്ചു എഴുതിക്കാം. അപ്പൊ എന്തായി മാറി sin സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ആരായി dx ആയി. ഓക്കെ അല്ലേ, ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് sin സ്ക്വയർ എക്സ് ഇതിൽ നിന്ന് അറേഞ്ച് ചെയ്താൽ sin സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ sin ബൈ cos എന്ന് പറഞ്ഞാൽ ആരാ, sin ബൈ cos എന്ന് പറഞ്ഞാൽ tan ആണ്. അപ്പോ sin സ്ക്വയർ ബൈ cos സ്ക്വയർ എന്ന് പറഞ്ഞാലോ tan സ്ക്വയർ എക്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ട്ടാ, ഇതൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഇവിടെ എന്തുണ്ട്, tan x ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം, tan x ന്റെ ഇന്റഗ്രൽ നമുക്കറിയില്ലല്ലോ. tan x ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം, പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, 1 + tan സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അത് ആരായിരുന്നു, സീക്ക് സ്ക്വയർ എക്സ്. നമ്മൾ +1 പഠിക്കുന്ന ഒരു ഐഡന്റിറ്റി ട്രിഗണോമെട്രിയിൽ 1 + tan സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഈ tan സ്ക്വയർ എക്സിനെ മാത്രം ഒന്ന് എഴുതിക്കേ. tan സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു ആരാണ്, സീക്ക് സ്ക്വയർ എക്സ് -1 ആണ്. ഓക്കെ അല്ലേ, ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പൊ എന്താണ് അടുത്ത സ്റ്റെപ്പ്, ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് tan സ്ക്വയർ എക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്താ, സീക്ക് സ്ക്വയർ എക്സ് -1 ഇൻറ്റു dx. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാലോ, അത് tan x ആണ്. -1 ന്റെ ഇന്റഗ്രൽ എന്താ, x ആയി പ്ലസ് എന്തായി മാറി c is an integral constant. റെഡി അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം. കാരണം tan x വന്നപ്പോ നമ്മൾ ഫോർമുല എഴുതിയതിലൊന്നും ആരില്ല, tan x ന്റെ ഇന്റഗ്രൽ നമ്മൾ എവിടെ എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ സീക്ക് സ്ക്വയറിന്റെ ഇന്റഗ്രലിന്റെ എഴുതിയിരുന്നു. പക്ഷെ നമുക്ക് tan സ്ക്വയർ എക്സ് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അതിനെന്ത് ചെയ്തു, പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലം 11th പ്രോബ്ലം 2x + 3. ഇവിടെ നമുക്കൊരു ഫോർമുലയാണ് a⁻m + n എന്ന് പറഞ്ഞാൽ അതാരാ, a⁻m ഇൻറ്റു a⁻n അല്ലേ. ഇത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഈക്വൽ ടു ആരായി, ഇന്റഗ്രൽ ഓഫ് 2x + 3 ഇൻറ്റു dx ഈക്വൽ ടു, ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്താ ഇന്റഗ്രൽ ഓഫ് നമുക്ക് എന്ത് ചെയ്താ 2x ഇൻറ്റു 2³ dx. ഇവിടെ ആര് കോൺസ്റ്റന്റ് ആ, 2³ കോൺസ്റ്റന്റ് ആണ്. പുറത്തേക്ക് എഴുതാം. 2³ എന്ന് പറഞ്ഞാൽ 8 അല്ലേ, ഈക്വൽ ടു ഇൻറ്റു 2x dx 8 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് a⁻x എന്നുള്ള മോഡൽ അല്ലത്. അപ്പൊ എന്തായി മാറി, a⁻x ബൈ log a. ഇന്റഗ്രൽ ഓഫ് a⁻x എന്നുള്ള ഫോർമുല എന്താണ്, a⁻x ബൈ log a ആണ്. അപ്പൊ അത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അപ്പൊ എന്തായി മാറി, a⁻x ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എന്താ 2x ഡിവൈഡഡ് ബൈ ആരായി log a എന്ന് പറഞ്ഞാൽ log 2 പ്ലസ് ആരായി c. ഓക്കെ അല്ലേ? അപ്പൊ അത് ഓക്കെ ആയി. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. 12th പ്രോബ്ലം ഇന്റഗ്രൽ ഓഫ് 5x. സെയിം പ്രോബ്ലം ആണ്. ഇന്റഗ്രൽ ഓഫ് 5 to a⁻x ന്റെ ഇന്റഗ്രൽ എന്താ, എന്തായി മാറി a⁻x ബൈ log a. വെരി സിമ്പിൾ. അത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് യുവർ ഇന്റഗ്രൽ ഓഫ് 5x എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറി, 5x ഡിവൈഡഡ് ബൈ എന്റെ സ്ഥാനത്ത് 5 അല്ലേ, അപ്പൊ log 5 പ്ലസ് ആരായി c. ഓക്കെ അല്ലേ? ഇനി നമ്മളിങ്ങനെ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു നോട്ട് കൺസിഡർ ചെയ്തിരുന്നത് മറക്കാൻ പാടില്ല കേട്ടോ. ആ നോട്ട് മറക്കരുത്. അടുത്തത് 3 sin x - 4 cos x + 5 × sec square x - 2 cosec എല്ലാം ഡയറക്റ്റ് ആണ്. അപ്പോ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ഇന്റഗ്രൽ ഓഫ് 3 sin x - 4 cos x പ്ലസ് ആരായി 5 × sec square x മൈനസ് ആരായി 2 × cosec square x ഇൻറ്റു ആരായി
dx ആയി. ഇനി ഒക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താ എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് 3 ന് പുറത്തേക്ക് എഴുതി ഇൻറ്റു ആരായി sin x dx ആയി മൈനസ് 4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആരായി cos x dx ആയി പ്ലസ് ആരായി 5 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആരായി sec സ്ക്വയർ x ഇൻറ്റു dx ആയി മൈനസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആരായി cosec സ്ക്വയർ x അല്ലേ 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആരായി മാറി cosec സ്ക്വയർ x. ഓക്കെ, cosec സ്ക്വയർ x ഇൻറ്റു dx ഈക്വൽ ടു 3 ഇൻറ്റു ഇനി പറഞ്ഞു sin x ന്റെ ഇന്റഗ്രൽ എന്താ മൈനസ് cos x. sin x ന്റെ ഇന്റഗ്രൽ മൈനസ് cos x. ഫോർമുല ബൈ ഹാർട്ട് ആണ് കേട്ടോ. മൈനസ് cos x മൈനസ് 4 ഇൻറ്റു cos x ന്റെ ഇന്റഗ്രൽ എന്താ ദാറ്റ് ഈസ് sin x പ്ലസ് 5 ഇൻറ്റു sec സ്ക്വയർ x ന്റെ ഇന്റഗ്രൽ എന്താ ദാറ്റ് ഈസ് tan x മൈനസ് 2 ഇൻറ്റു cosec സ്ക്വയർ x ന്റെ ഇന്റഗ്രൽ എന്താ മൈനസ് cot x. അത് മാത്രം ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ആരായി മൈനസ് cot x പ്ലസ് c. ആൻസർ ആയി. ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ മതി അല്ലെ. ഈ മൈനസിനെ കൊണ്ട് ഫ്രണ്ട് കിട്ടിട്ട് മൈനസ് 3 cos x മൈനസ് 4 ഇൻറ്റു sin x എന്ന് പറഞ്ഞാൽ 4 sin x പ്ലസ് ആരായി 5 ഇൻറ്റു ആരായി tan x മൈനസ് മൈനസും പ്ലസ് ആരായി 2 ഇൻറ്റു cot x പ്ലസ് ആരായി c. അപ്പൊ അത് ആൻസർ ആയി കിട്ടി അല്ലെ. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമ്പർ 14. പ്രോബ്ലം ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആട്ടോ. ഇത് ഒന്ന് കെയർ ചെയ്യേണ്ട പ്രോബ്ലം ആണ്. എക്സാമിന് നമുക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം കൂടിയാണ്. എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. പ്രോബ്ലം ആണ്, നല്ല ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് മൈനസ് ആരായി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ആണ്. അപ്പൊ ഞാൻ ഇതിനെ തന്ന ആൾ അതേപോലെ എഴുതി ഇന്റഗ്രൽ ഓഫ് ആരായി എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു ആരായി ഡി എക്സ്. ഓക്കെ അല്ലേ. ഈക്വൽ ടു ഈ ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് എക്സ് സ്ക്വയറിനോട് പുറത്തേക്കാക്കുക. അപ്പൊ എന്താ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ പോയ ബാക്കി എക്സ് അല്ലേ ഉണ്ടാവുക. എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പോകുന്ന ബാക്കി 1 ഉണ്ടാവും പ്ലസ് ആരായി എക്സ് മൈനസ് 1 ഇൻറ്റു ആരായി ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ആരായി മാറി എക്സ് മൈനസ് 1 ആയി. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എക്സ് മൈനസ് 1 കോമൺ അല്ലേ. ഈ എക്സ് മൈനസ് 1 പുറത്തേക്ക് എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ആരായി എക്സ് മൈനസ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആരായി മാറി എക്സ് മൈനസ് 1 ഇൻറ്റു ആരായി മാറി എക്സ് സ്ക്വയർ പ്ലസ് ആരായി എക്സ് മൈനസ് 1 വന്നപ്പോ ബാക്കി 1 ഇൻറ്റു ആരായി ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ബാക്കി താഴെ ആരുണ്ട് ഒരു എക്സ് മൈനസ് 1 ഉണ്ട്. ഇത് ക്യാൻസൽ ആയിക്കോളും. കാരണം നമുക്ക് കഴിഞ്ഞ ഇതിന് ഈ പരിപാടി നടക്കൂല. കാരണം എന്താ വെച്ചാൽ താഴെ 2 ടേം ഉണ്ട്, മുകളിൽ ഇഷ്ടംപോലെ ടേം ഉണ്ട്. ഇപ്പൊ നമുക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെയായിട്ട് സിംപ്ലിഫൈ ചെയ്തു. ഇനി ഇത് ആരായി മാറിപ്പോ ഇത് പാല് മാത്രമായി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇനി അതിന്റെ ആര് മാത്രമുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് മാത്രമുള്ളത്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രലിന്റെ എക്സിന്റെ എല്ലാ പവറും ഡെറിവേറ്റീവും നന്നായി പഠിക്കുക. എക്സ് സ്ക്വയറിന്റെ എല്ലാ പവർ ഇന്റഗ്രേഷൻ എന്താണ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 1ന്റെ ഇന്റഗ്രൽ ആരാ എക്സ് ആണ് പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി. എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് ആരായി സി ആയി മാറി. നെക്സ്റ്റ് പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് sin x plus cos x all divided by root over 1 plus sin 2x. അപ്പോ ഈ ഇന്റഗ്രന്റിനെ മാത്രം ഞാൻ എടുക്കാം കേട്ടോ. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്റഗ്രന്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് നോക്കുക. വെരി ഇമ്പോർട്ടന്റ്. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇങ്ങനെ വന്നിട്ട് ഇതിനെ നമുക്ക് അറിയാത്ത മോഡലുകളാണ് ഇതൊക്കെ അല്ലെ. ഇതിനൊക്കെ നമുക്ക് മാറ്റി മാറ്റി എഴുതണം. അപ്പൊ എല്ലാം നമ്മൾ പഠിച്ചത് തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ് ഞാൻ, അത്രേ ഉള്ളൂ. അപ്പോ ഇന്റഗ്രന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇന്റഗ്രന്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആളാണ്. ഇതാണ് ഇന്റഗ്രന്റ് പ്ലസ് cos x all divided by root of ആരായി 1 plus ആരായി sin 2x ആയി. ഓക്കെ ആണല്ലോ, കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇവിടെ എഴുതുന്നത് നന്നായി ശ്രദ്ധിക്കട്ടോ. ഇവിടെ നമുക്ക് രണ്ടാൾക്കാരെ അറിയാം. ഈ 1 എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിഗണോമെട്രിക് ലാംഗ്വേജിൽ എങ്ങനെ എഴുതും? sin സ്ക്വയർ x പ്ലസ് എന്ത് എഴുതാം cos സ്ക്വയർ x എന്ന് എഴുതാം. നമ്മൾ പ്ലസ് 1 ഫസ്റ്റ് ഐഡന്റിറ്റി ചെയ്തു അല്ലെ, sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x. ഇനി sin 2x എനിക്ക് എന്ത് എഴുതാം? sin 2x എന്ന് പറഞ്ഞാൽ അതാണ് 2 sin x into cos x. ഓക്കെ അല്ലെ? ഈ രണ്ട് ഫോർമുല നേരെ ഇവിടെ കൊടുക്കും. രണ്ട് ഫോർമുല ഇവിടെ കൊടുക്കുമ്പോഴേ ഇന്റഗ്രന്റ് എന്താ ഉണ്ടാവുക? മുകളിൽ sin x പ്ലസ് ആരെന്നെയാണ് cos x തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. താഴെ ഒന്ന് മാറ്റിയാൽ മതി. താഴെ റൂട്ട് ഓവർ ആരായി മാറി 1 എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്താ sin സ്ക്വയർ x പ്ലസ് ആരായി cos സ്ക്വയർ x പ്ലസ് ആരായി sin 2x ന് ഞാൻ എന്ത് ചെയ്തി 2 sin x into cos x. ഓക്കെ അല്ലെ?
ഇങ്ങനെ വന്നപ്പോ ഇതിനെ മാറ്റി മനസ്സിലായല്ലോ. കാരണം ഇത് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പോസിബിൾ അല്ല. കാരണം ഇപ്പൊ ഈ ആളെങ്ങനെ ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ താഴൊക്കെ ഒരുപാട് ടേംസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ എനിക്ക് അറിയുന്ന ലാംഗ്വേജിക്ക് ഞാൻ മാറ്റും. then equal to sin x plus cos x all divided by ഈ a square plus b square plus 2ab എന്നുള്ള മോഡൽ അല്ലേ. ഇവിടെ നോക്കത് a b a b ഇത് പേര് മോഡലാ. a square plus 2ab plus b square. അപ്പോ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്താ റൂട്ട് ഓഫ് ഇതിനെങ്ങനെ ചെയ്താ a എന്ന ലാംഗ്വേജിക്ക് ഞാൻ മാറ്റും. then equal to sin x plus cos x all divided by ഈ a square plus b square plus 2ab എന്നുള്ള മോഡൽ അല്ലേ. ഇവിടെ നോക്കത് a b a b ഇത് പേര് മോഡലാ. a square plus 2ab plus b square. അപ്പോ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്താ റൂട്ട് ഓഫ് ഇതിനെങ്ങനെ ചെയ്താ a plus b whole square. ഇനി ഇവിടെ എന്തുണ്ട് sin x plus ആരുണ്ട് cos x ഉണ്ട് all divided by. ഇങ്ങനെ നോക്കാം. ഇപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ ഒരു എക്സ് സ്ക്വയർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ റൂട്ട് അങ്ങോട്ട് കട്ട് ചെയ്തത് മാത്രമായി എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയറും കൂടി അങ്ങോട്ട് വരുമ്പോൾ ആര് മാത്രമായി എക്സ് മാത്രമായി. ഓക്കെ അല്ലെ. ഇതാര് മാത്രം ഉണ്ടാവുള്ളൂ എക്സ് മാത്രം ഉണ്ടാവുള്ളൂ. റൂട്ടിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ വന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ റൂട്ട് 3 സ്ക്വയർ. അപ്പൊ ഇതെന്താ ഉണ്ടാവുക ദാറ്റ് ഈസ് റൂട്ട് 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. അതായത് ഒരു നമ്പറിന്റെ സ്ക്വയറോട് കൂടി റൂട്ടിന്റെ ഉള്ളിലാണെങ്കിൽ അത് ആ നമ്പർ തന്നെ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവുക ഈക്വൽ ടു sin x plus cos x all divided by sin x plus cos x whole square at a time root ആയി. അപ്പൊ അത് ക്യാൻസൽ ആയി. sin x plus ആയി മാറി cos x ആയി. that is equal to sin x plus cos x മുകളിലും താഴെ ഒരേപോലെ. ബാക്കി ആരുണ്ടാവുക 1 ഉണ്ടാവുക. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. then integrate. അത് കഴിഞ്ഞാൽ ഇനി ആരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. കാരണം നമുക്ക് ആ തന്ന sin x plus cos x all divided by root of 1 plus sin 2x ഇല്ലേ. അത് ശരിക്കും ആരാണ് ഈ 1 എന്നുള്ള മീനിങ് തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് 1 ആക്കി. ഇനി ഇയാളെ കുറിച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞാൽ ആരായി മാറി x പ്ലസ് ആരായി c ആയി മാറി. അപ്പോ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇത് നമ്മൾ മാറ്റി എഴുതി sin square x plus cos square x ഹോൾ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയി എഴുതി. അപ്പൊ ലാസ്റ്റ് 1 ആയി മാറി. ആ 1നെ പിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ x പ്ലസ് എ കോൺസ്റ്റന്റ് ആയി മാറി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 16th പ്രോബ്ലം. ഇത് നമ്മളെ നോട്ട് വെച്ചിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ മൈനസ് 4 dx ഓൾ ഡിവൈഡഡ് ബൈ ആരായി x സ്ക്വയർ. സ്പ്ലിറ്റ് ചെയ്യാം. താഴെ ഒരു ടേം അല്ലേ ഉള്ളൂ. അറിയുന്ന ഭാഷയാണ് അല്ലെ. അറിയുന്നതായതുകൊണ്ട് അതേപോലെ അങ്ങോട്ട് നിൽക്കട്ടെ. ഈക്വൽ ടു ആരായി ഇന്റഗ്രൽ ഓഫ് x ക്യൂബ് ബൈ x സ്ക്വയർ ഇൻറ്റു dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് ഈ 5 ഞാൻ പുറത്ത് എഴുതിട്ടാ. ഈ 5 യുടെ കോൺസ്റ്റന്റ് അല്ലേ പുറത്തേക്ക് എഴുതി. ബാക്കി ആരുണ്ടാവുക x സ്ക്വയർ ഡിവൈഡഡ് ബൈ x സ്ക്വയർ ഇൻറ്റു dx മൈനസ് 4 പുറത്തേക്ക് എഴുതിയപ്പോൾ ബാക്കി ആരുണ്ടാവുക 1 ബൈ x സ്ക്വയർ ഇൻറ്റു dx. സിമ്പിൾ അല്ലേ. ഇനി ഇവിടെ ക്യാൻസൽ ആവുള്ളവർക്ക് ക്യാൻസൽ ചെയ്യും. x സ്ക്വയർ x ക്യൂബ് ക്യാൻസൽ ചെയ്ത് x സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ഇയാളെ കുറിച്ച് മേലേക്ക് എഴുതും. അപ്പൊ എന്തായി മാറി ഇന്റഗ്രൽ ഓഫ് x ക്യൂബ് x സ്ക്വയർ ക്യാൻസൽ ചെയ്ത് ബാക്കി ഒരു x ഉണ്ടാവും ഇൻറ്റു dx പ്ലസ് ആരായി 5 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് x സ്ക്വയർ ക്യാൻസൽ ആയ ബാക്കി 1 ഉണ്ടാവും മൈനസ് 4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് x റേസ്ഡ് മൈനസ് 2 ഇൻറ്റു ആരായി dx. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. പ്രോബ്ലം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവിങ് കിട്ടുന്നുണ്ടല്ലോ. എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം 1 ന്റെ ഇന്റഗ്രൽ വരെ -2. ഇതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇന്റഗ്രൽ ആരാണ് ഇന്റഗ്രൽ ഓഫ് x റേസ്ഡ് എന്ന് പറഞ്ഞാൽ x റേസ്ഡ് n പ്ലസ് 1 ബൈ n പ്ലസ് 1. ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ ഞാൻ എഴുതും എക്സിന്റെ ഇന്റഗ്രൽ x സ്ക്വയർ ബൈ 2 കുഴപ്പമില്ലല്ലോ പ്ലസ് 5 ഇൻറ്റു 1 ന്റെ ഇന്റഗ്രൽ x മൈനസ് 4 ഇൻറ്റു x റേസ്ഡ് -2 ന്റെ ഇന്റഗ്രൽ എന്താ -2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 1. ഓക്കെ. അപ്പോ ഞാൻ എഴുതി x സ്ക്വയർ ബൈ 2 പ്ലസ് 5 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ 5x. ഈ മൈനസ് കൂടി ഇതിനെ പ്ലസ് ആക്കി 4 ഡിവൈഡഡ് ബൈ ആരായി മാറി -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -1 നോക്കണ്ട. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി -1 ആയി മാറി. ആ -1 ഞാൻ ഒന്നും കൂടി ഭംഗിയാക്കി എഴുതും. x സ്ക്വയർ ബൈ 2 പ്ലസ് ആരായി മാറി 5x മൈനസ് ഓക്കെ പ്ലസ് ആയി. ദാറ്റ് ഈസ് ആരായി
4/x പ്ലസ് ആരായി c ആയി മാറി. 4/x എങ്ങനെ എഴുതിയത്? x raised to -1 ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഡിനോമിനേറ്ററിൽ അല്ലേ? ദാറ്റ് ഈസ് എന്തായി 4/x പ്ലസ് ആരായി മാറി c ആയി മാറി. നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലം ഇതേ പ്രോസസ് തന്നെയാണ് ചെയ്യാനുള്ളത്. ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ചെയ്യല്ലേ, ഇന്റഗ്രൽ ഓഫ് ആരായി മാറി 2 - 3 sin x dx ഓൾ ഡിവൈഡഡ് ബൈ ആരായി cos സ്ക്വയർ x ആയി. സ്പ്ലിറ്റ് ചെയ്തോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി ഇന്റഗ്രൽ ഓഫ് 2/cos സ്ക്വയർ x minus 3 sin x divided by cos square x into dx. ഇന്റഗ്രേറ്റിന് മുഴുവൻ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ആരായി ഈ 1/cos square x എന്ന് പറഞ്ഞാൽ ആരാ? 1/cos square x എന്ന് പറഞ്ഞാൽ അത് ആരായി sec square x അല്ലേ? 1/cos square x എന്ന് പറഞ്ഞാൽ ആരായി sec square x. 2 നെ പുറത്തേക്ക് ആക്കട്ടാ. അപ്പൊ എന്തായി ഇന്റഗ്രൽ ഓഫ് 1/cos square x എന്ന് പറഞ്ഞാൽ sec square x into dx minus 3 നെ പുറത്തേക്ക് എഴുതിയാലേ ഇവിടെ sin x ആണ്. അപ്പോ sin x by cos x എന്ന് പറഞ്ഞാൽ അത് ആരായി tan x ആയി into 1/cos എന്ന് പറഞ്ഞാൽ അത് ആരായി sec x ആയി into dx. നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നു അല്ലേ? ഇതൊക്കെ നമുക്ക് ഇന്റഗ്രേഷൻ വളരെ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് 2 into sec square x ന്റെ ഇന്റഗ്രൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു tan x minus 3 into sec x tan x ആണ് ഇന്റഗ്രൽ. അതായത് sec x plus c ആയി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വന്നിട്ട് അറിയാത്ത പോലത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. നമുക്ക് കുറെ ഐഡന്റിറ്റീസ് ഉണ്ടല്ലോ ട്രിഗണോമെട്രിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതാൻ. അതൊക്കെ മാറ്റി എഴുതിയിട്ട് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ആൻസർ ആക്കാം. ഓക്കെ അല്ലേ? അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ 18th പ്രോബ്ലം. സെയിം മെത്തേഡ് ആണ് ചെയ്യേണ്ടത്. ഞാൻ ഇന്റഗ്രേറ്റിന് കേട്ട് എടുത്തു. എങ്ങനെ എഴുതി 1 - sin 2x. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഈ 1 എന്ന് പറഞ്ഞാൽ അത് ആരാ? 1 എന്ന് പറഞ്ഞാൽ അത് sin square x പ്ലസ് ആരായി cos square x മൈനസ് ആരായി 2 sin x into ആരായി cos x. ഇവിടെ 1 ഉണ്ടല്ലോ. 1 ന് ഞാൻ ഇങ്ങനെ എഴുതി sin square x പ്ലസ് എന്ത് എഴുതി cos square x എന്ന് എഴുതി. ഓക്കെ അല്ലേ? രണ്ടാമത്തെ sin 2x എന്ന് പറഞ്ഞാൽ ആരാ? sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x അല്ലേ? ഈക്വൽ ടു ഇത് നമുക്ക് എങ്ങനെ എഴുതാം? a square plus b square minus 2ab. a square minus 2ab plus b square. അപ്പൊ ഇതാരാ? a minus b the whole square. That is equal to ഒരേ നമ്പർ അതിന്റെ സ്ക്വയർ. അപ്പൊ അത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? sin x minus cos x മാത്രം. ഈ തന്ന ആള് ഇതാണ് ശരിക്കും അല്ലെ? അപ്പോ ഇതിനുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്റഗ്രേറ്റ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ്. ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് sin x minus cos x into dx ഈക്വൽ ടു sin x ന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് cos x മൈനസ് cos x ന്റെ ഇന്റഗ്രൽ എന്താ? sin x പ്ലസ് ആരായി c ആയി. പ്രോബ്ലം നമ്പർ 19. 1 - sin x ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ 1 - sin x. ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ഇതിന്റെ ഇന്റഗ്രന്റിനെ എടുത്തു. ഞാൻ ഇന്റഗ്രന്റിനെ എടുത്തു. അതാരാ? 1/1 പ്ലസ് sin x ആണ് ഇത് ശരിക്കും. ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഞാൻ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാം? മൈനസ് ആക്കുക. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. തെറ്റാവാനുള്ള ചാൻസ് ഒന്നും ഇല്ല അല്ലെ? അപ്പൊ ഞാൻ എഴുതാട്ടോ, മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. എന്തുകൊണ്ട്? 1 - sin x കൊണ്ട്. ഇവിടെ എന്താണുള്ളത്? അതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ. അതിനാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ a+ib ന്റെ കോൺജുഗേറ്റ് എന്താന്ന് പഠിച്ചു? a - ib അല്ലേ? അതേ പ്രോഗ്രാം തന്നെ ഇവിടെ ചെയ്യാം. ഈക്വൽ ടു ആരായി? 1 - sin x മുകളിലായി. a+b into a - b എന്ന് പറഞ്ഞാൽ ആരാ? അപ്പൊ ഡിനോമിനേറ്ററിന്റെ മോഡൽ ഇങ്ങനെ ആയി. a+b into a - b ആയി. അത് ആരാ ശരിക്കും? a² - b² അല്ലേ? അതോടെ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? a² minus b² ഈക്വൽ ടു 1 - sin x all divided by 1 - cos square x. ഇവിടെ നമുക്ക് അറിയുന്ന റിസൾട്ട് കൂടി ആണ്. sin square x plus cos square x എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് sin square x നെ അപ്പുറത്തേക്ക് മാറ്റി മോഡലാണ് അല്ലെ? 1 - sin square x ആണ് അവിടെ തന്നിട്ടുള്ളത്. അത് ശരിക്കും ആരാ? ശരിക്കും cos square x ആണ്. അപ്പോൾ all divided by ആരായി? cos square x. Then integrate. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്താ ഉണ്ടാവുക? ഇന്റഗ്രേറ്റ്. That is equal to integral of 1 - sin x all divided by
cos x into dx. ഓക്കെ അല്ലേ? cos x into dx. സോറി 1 minus sin square x എന്ന് പറഞ്ഞാൽ അതാരായി മാറി? cos square x ആയി. 1 minus sin square x എന്ന് പറഞ്ഞാൽ അതാരായി? cos square x ആയി കേട്ടോ. cos square x ആയി മാറി. സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പൊ താഴെ ഒരു ടേം മുകളിൽ രണ്ട് ടേം ആയി സ്പ്ലിറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് 1 by cos square x മൈനസ് sin x by cos square x dx. ഇവിടെ നമുക്ക് അറിയുന്ന മോഡൽ ഇത് രണ്ടും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രന്റിനെ സ്പ്ലിറ്റ് ചെയ്ത് 1 by cos square x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് sin x by cos square x dx. ഓക്കെ അല്ലേ? ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലായല്ലോ. ഇനി 1 by cos square x എന്ന് പറഞ്ഞാൽ ആരാ? sec square x into dx. ഇന്റഗ്രൽ ഓഫ് sec square x dx. ഓക്കെ അല്ലേ? എഴുതുന്നത് കൂടെ കൂടെ വരാൻ കഴിയില്ലല്ലോ. മൈനസ് ഇന്റഗ്രൽ ഓഫ് sin x by cos x എന്ന് പറഞ്ഞാൽ അവിടെ ഒരു tan x ഉണ്ട് into 1 by cos എന്ന് പറഞ്ഞാൽ അവിടെ ഒരു sec x ഉണ്ട് into ആരായി? dx ആയി. ഈക്വൽ ടു sec square x ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ അത് tan x ആണ് മൈനസ് tan sec x tan x ന്റെ ഇന്റഗ്രൽ ആരാ? sec x ആണ് പ്ലസ് ആരായി? c ആയി മാറും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം നമ്പർ 20. sec x dx divided by sec x plus tan x. താഴെ ഒന്നിൽ കൂടുതൽ ടേം ആണ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ? അപ്പോ എന്താ ഉണ്ടാവുക നോക്കാം. ഞാൻ ഈ ഇന്റഗ്രന്റിനെ മാത്രം എടുത്തു. അതാരാ ശരിക്കും? sec x ഡിവൈഡഡ് ബൈ ആരാ? sec x പ്ലസ് ആരായി? tan x. ഞാൻ മുകളിലും താഴെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? sec x മൈനസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുക? sec x മൈനസ് tan x. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇവിടെ എങ്ങനെ എഴുതുക? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? sec x മൈനസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഈക്വൽ ടു ഇവിടെ എന്തായി മാറി? sec x ഇൻറ്റു ആരായി? sec x മൈനസ് ആരായി? tan x ആയി ഹോൾ ഡിവൈഡഡ് ബൈ ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി മോഡലല്ലേ? ഞാൻ നേരിട്ട് എഴുതാട്ടോ. a സ്ക്വയർ മൈനസ് ആരായി? b സ്ക്വയർ. ഇതിനെ ഞാൻ മാറ്റും. നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. 1 പ്ലസ് tan സ്ക്വയർ x എന്ന് പറഞ്ഞാൽ അത് ആരാന്ന് ഞാൻ പറഞ്ഞിരുന്നു? sec സ്ക്വയർ x. നമ്മൾ പ്ലസ് 1 നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടൊരു സംഭവമായിരുന്നു. അപ്പോ ഇനി നോക്കേണ്ട പരിപാടിയായി. ഈ sec x നമുക്ക് ഇവിടെ ഈ 1 നിർത്തി കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവുക? ഈ 1 നിർത്തിയാൽ ഈ tan x അങ്ങോട്ട് പോട്ടെ. അപ്പുറത്ത് ഓൾറെഡി sec സ്ക്വയർ x ഇല്ലേ? മൈനസ് ആരായി? tan സ്ക്വയർ x ആയി. അപ്പൊ നോക്കണം, sec സ്ക്വയർ x മൈനസ് tan സ്ക്വയർ x എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ താഴെ 1 ആയി. ഈക്വൽ ടു സീക്കിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തോ. sec into sec എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ x മൈനസ് sec into tan എന്ന് പറഞ്ഞാൽ sec x tan x ആയി ഹോൾ ഡിവൈഡഡ് ബൈ ആരായി? 1 ആയി മാറും. റെഡി അല്ലേ? ദെൻ ഇന്റഗ്രേറ്റ്. ഇപ്പൊ ഈ ഇന്റഗ്രന്റിന് ഈ ഫോം നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇങ്ങനെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ സുഖമായി. ദെൻ ഇന്റഗ്രേറ്റ്. ഇതിനെന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ്. ദെൻ ഇന്റഗ്രേറ്റ്. ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക? ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ x മൈനസ് sec x tan x. ഇതുവരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് sec x into tan x dx. റെഡി അല്ലേ? sec സ്ക്വയർ x ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം. അതാരാണ്? tan x ആണ് മൈനസ് sec x tan x ന്റെ ഇന്റഗ്രലും അത് നമുക്കറിയാം sec x പ്ലസ് c ആണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. പക്ഷെ നമുക്ക് തന്ന ഫംഗ്ഷൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു. അതിനൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മോഡലിലേക്ക് മാറുന്നുണ്ട് അല്ലെ? അതാണ് ട്രിഗണോമെട്രിക്കിന്റെ ഒരു ഈസിയായ വശം. 1 മൈനസ് cos 2x by 1 പ്ലസ് cos 2x. ഇങ്ങനെ പറഞ്ഞാലേ ഇതെന്താ സംഭവം? ഇവിടെ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലടാ. sin സ്ക്വയർ x എന്ന് പറഞ്ഞാൽ ആരാ? 1 മൈനസ് cos 2x by 2. cos സ്ക്വയർ x എന്ന് പറഞ്ഞാൽ ആരാ? 1 പ്ലസ് cos 2x by 2. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ആൾക്കാർ. നോക്കാം നമുക്ക്. ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് cos 2x ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos 2x into dx. ഈ ആളെ ഈ 1 മൈനസ് cos 2x ഇവിടെ ഇല്ലേ? ഈ 2ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ ശരിയാവുമല്ലോ. അപ്പോ 2 sin സ്ക്വയർ x എന്ന് പറഞ്ഞാൽ അത് ആരാ ശരിക്ക്? 1 മൈനസ് cos 2x.
ഓക്കെ അല്ലേ? അപ്പൊ ഈ 1 മൈനസ് കോസ് 2x ന്റെ പകരം എനിക്ക് എന്ത് എഴുതാം? 2 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഇന്റഗ്രൽ ഓഫ് ഓൾ ഡിവൈഡഡ് ബൈ. ഇനി 2x ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അപ്പോ 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു ആരായി? 1 പ്ലസ് കോസ് 2x ആയി. 1 പ്ലസ് കോസ് 2x താഴെ ഉണ്ട്, അത് ശരിക്കും ആരാ? 2 കോസ് സ്ക്വയർ എക്സ്. എത്ര സിമ്പിൾ അല്ലേ? ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പൊ അതിനെ എങ്ങനെയായിട്ട് മാറ്റി എഴുതി. ഇതാണ് ട്രിഗണോമെട്രിക്കിന്റെ ഒരു ഈസി എന്ന് പറഞ്ഞാൽ. 2 ക്യാൻസൽ ആയി. ഇന്റഗ്രൽ ഓഫ് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. ടാൻ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി? ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി? ഡി എക്സ് ആയി. ടാൻ സ്ക്വയർ എക്സ് നമുക്ക് ഇന്റഗ്രൽ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വീണ്ടും ഫോർമുല 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അതാരാ? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അതുകൊണ്ട് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആരാ? ടാൻ സ്ക്വയർ എക്സ് ആണ്. റെഡി അല്ലേ? അപ്പൊ സീക്ക് സ്ക്വയർ എക്സ് ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഓക്കെ അല്ലേ? ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം. ടാൻ എക്സ് മൈനസ് 1ന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് പ്ലസ് സി എ. ഓക്കെ ആണല്ലോ? അപ്പോ ഓരോ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാത്ത കുറെ മോഡലുകൾ ഉണ്ട് ഇതിൽ. ട്രിഗണോമെട്രി ആയതുകൊണ്ട് അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ മോഡലുകൾ താഴെ ന്യൂമറേറ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. അതല്ല ഡിനോമിനേറ്ററിലെ ക്ലബാണ്, മുകളിൽ എന്താണ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത മോഡലാണെങ്കിൽ ആ ഡിനോമിനേറ്റർ എല്ലാറ്റിനെയും സ്കാറ്റർ ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രോബ്ലം നമ്പർ 22. cos 2x dx divided by cos square x into sin x sin square x. ഇത് നമുക്ക് നേരെ ചെയ്യാം അല്ലെ? നേരിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ cos 2x എന്നുള്ള ഒരു ഫോർമുല ഇതിനിപ്പോ ഇങ്ങനെ മാറ്റി എഴുതുമ്പോഴേ ഇവിടെ 2x ആണ്, താഴെ x ആണ്, ആംഗിൾ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി ഡിവൈഡ് ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. cos square x എന്ന് പറഞ്ഞാൽ cos 2x എന്ന് പറഞ്ഞാൽ ആരാ? cos square x മൈനസ് sin square x. ഇതാണ് cos 2x. ഇത് ഇവിടെ കൊടുത്താൽ മതി. ഈ cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ എന്താ ഉണ്ടാവുക നോക്കാം. ഇന്റഗ്രൽ ഓഫ് cos 2x ന്റെ പകരം ഞാൻ ആരെഴുതി? cos സ്ക്വയർ എക്സ് മൈനസ് എന്ത് എഴുതി? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി? സൈൻ സ്ക്വയർ എക്സ് ആയി. റെഡി അല്ലേ? ഇനി ഇവിടെ ഇതിന് ചെറുതാക്കി എഴുതിയാൽ മതി. That is equal to ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ താഴെ ഒരു ടേം മുകളിൽ 2 ടേം ആയില്ലേ? സ്പ്ലിറ്റ് ചെയ്തോ. That is equal to ആരായി മാറി? ഇന്റഗ്രൽ ഓഫ് cos സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കേട്ടോ. ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് എന്തായി മാറി? സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ആരായി മാറി? cos സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി മാറി? സൈൻ സ്ക്വയർ എക്സ് ആയി. ഈ സൈനും ഈ സൈനും ക്യാൻസൽ, ഈ കോസും ഈ കോസും ക്യാൻസൽ. ബാക്കി ആരുണ്ടാവുക? 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ cos സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. റെഡി അല്ലേ? ഇനി 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണത്? ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് ആയി ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അതാരാ? സീക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ആയി. മാറ്റി എഴുതിയല്ല? ഓക്കെ, സെയിം ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ച് ഇങ്ങനെ ചെറുതാക്കി എഴുതി. ഇനി കൊസീക് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. അതാരാ? മൈനസ് കോട്ട് എക്സ് ആണ്. മൈനസ് സീക് സ്ക്വയർ എക്സിന്റെ ആരാ? ടാൻ എക്സ് ആയി പ്ലസ് ആരായി? സി ആയി. ഇസ് ആൻ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. dx divided by sin square x plus cos square x. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്, പക്ഷെ മുകളിലുള്ള ആളെ നോക്കിക്കോ. ഈ ഇന്റഗ്രന്റിന് ഞാൻ അങ്ങനെ ഇയാളെ വിട്ട് എടുക്കൂട്ടാ. ഈ ഇന്റഗ്രന്റിന് ഞാൻ വിട്ട് എടുക്കും. ശ്രദ്ധിക്കുക, എടുക്കുന്നത് നോക്കുക. 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരാ? cos സ്ക്വയർ എക്സ് അല്ലേ ഇയാള്. പക്ഷെ 1 എന്ന് പറഞ്ഞാൽ ആരാ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ആരായി? cos സ്ക്വയർ എക്സ്. കഴിഞ്ഞ അതേ പ്രോബ്ലം തന്നെ ഈ 1ന് ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ എന്താ ഉണ്ടാവുക? 1 എന്ന് പറഞ്ഞാൽ ആരായി? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ആരായി? cos സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ആരായി മാറി? സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി മാറി? സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി മാറി? cos സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി മാറി? cos സ്ക്വയർ എക്സ്. യെസ്, cos സ്ക്വയർ എക്സ്. സ്പ്ലിറ്റ് ചെയ്യാലോ? ഇന്റഗ്രേറ്റ്. ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇംപ്ലൈസ് ഇന്റഗ്രൽ ഓഫ് sin square x plus cos square x into dx all divided by ആരായി മാറി? sin square x into ആരായി? cos square x ആയി മാറി. റെഡി അല്ലേ?
അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തോ, താഴെ ഒരു ടേം മുകളിൽ രണ്ട് ടേം ആയില്ലേ, സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി ഇന്റഗ്രൽ ഓഫ് sin square x dx all divided by sin square x into ആരായി cos square x ആയി പ്ലസ് ഇന്റഗ്രൽ ഓഫ് cos square x into dx divided by ആരായി മാറി sin square x into ആരായി cos square x. സെയിം വേ ക്യാൻസൽ ചെയ്യാം. ആൻസർ കിട്ടിയല്ലോ. That is equal to integral of 1 by cos square x into dx plus ആരായി മാറി integral of dx divided by ആരായി മാറി sin square x ആയി മാറി. ഓക്കേ അല്ലേ? That is equal to 1 by cos square x എന്ന് പറഞ്ഞാൽ ആരായി integral of sec square x dx plus integral of sin square x എന്ന് പറഞ്ഞാൽ അത് ആരായി cosec square x into dx ആയി. Very good. That is in the sec square x ന്റെ integral എന്താ? That is equal to tan x ആയി പ്ലസ് cosec square x ന്റെ ഇന്റഗ്രൽ എന്താ മൈനസ് cot x പ്ലസ് ആരായി c. ഞാൻ പ്ലസ് മൈനസ് കൂടെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ആരായി tan x പ്ലസ് മൈനസ് മൈനസ് ആയി ദാറ്റ് ഈസ് ആരായി cot x പ്ലസ് ആരായി c ആയി മാറി. ആൻസർ കിട്ടിയല്ലോ. അപ്പൊ രണ്ട് പ്രോബ്ലം സെയിം പ്രോബ്ലം ആണ്. മുകളിൽ നമ്മൾ നേരത്തെ ഒന്ന് മാറ്റി എഴുതേണ്ടി വന്നു, ആ മാറ്റി എഴുത്ത് ഇവിടെ വണ്ണിനെയാണ് മാറ്റി എഴുതേണ്ടി വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ട്രിഗണോമെട്രിക്സ് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടൂല. അടുത്തത് sin raised to 6a plus cos raised to 6x dx all divided by sin square x plus cos square x. ഒരേ പ്രോബ്ലം ആണ്, ചെക്ക് ചെയ്ത് നോക്കാം. എഴുതുന്നത് നോക്കട്ടാ. ഇവിടെ നമുക്ക് sin raised to 6x നൊക്കെ ഞാൻ അങ്ങനെ മാറ്റി ചെയ്തു, ഇന്റഗ്രന്റിനെ ഞാൻ സെലക്ട് ചെയ്തു. sin raised to 6x plus ആരായി cos raised to 6x all divided by sin square x into ആരായി cos square x ആണ്. sin square x into ആരാ cos square x ആണ്. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടാ, sin square x whole cube plus cos square x എന്തേതാ cos square x whole cube all divided by ആരായി മാറി sin square x into ആരായി cos square x എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇവിടെ a plus b whole cube അപ്ലൈ ചെയ്യും. ശ്രദ്ധിക്കട്ടാ, a plus b whole cube ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിച്ചു, നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ a plus b whole cube നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി പഠിച്ചിട്ടുണ്ടല്ലോ, അതൊന്നുകൂടെ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ആരായി b ക്യൂബ്. ഓക്കെ അല്ലെ? ഈ രണ്ട് ടേമിൽ നിന്നും ആ 3നെയും എനെയും ബിനെയും ഇട്ട് പുറത്താക്കും ഞാൻ. അപ്പോ എന്താ ഉണ്ടാവുക a ക്യൂബ് പ്ലസ് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് b ക്യൂബ്, a ക്യൂബ് പ്ലസ് b ക്യൂബ്, അതായത് a പ്ലസ് b ഹോൾ ക്യൂബ് ആണ് ഞാൻ എഴുതുന്നത്. a പ്ലസ് b ഹോൾ ക്യൂബ് is equal to a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു ഇവിടുന്ന് 3 പോന്നു, അപ്പൊ അവിടെ 3 ഇല്ല, ബാക്കി a സ്ക്വയർ ഒരു a പോന്നു, ബിയും പോന്നു, ബാക്കി അവിടെ ആരുണ്ടാവുക ഒരു a ഉണ്ടാവും. ശരിയല്ലേ? ഇതിന് മാറ്റി ചെയ്ത് മനസ്സിലായില്ലേ? ഇവിടുന്ന് 3 പോന്നു, a പോന്നു, b സ്ക്വയർ ഒരു b പോന്നു, ബാക്കി ഒരു b ഉണ്ടാവും, പ്ലസ് ആരായി മാറി b ആയി മാറി. ഈ ഫോർമുല ശ്രദ്ധിച്ചല്ലോ, ഈ മോഡലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മോഡലും കൂടി ശ്രദ്ധിക്കുക. ഈക്വൽ ടു ആരായി മാറി sin square x whole cube പ്ലസ് ആരായി cos square x whole cube all divided by ആരായി മാറി sin square x into ആരായി cos square x ആയി മാറി. sin square x into ആരായി മാറി cos square x ആയി. ഇവിടെയാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഈ മോഡൽ ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക, ഇത് a ആണ്, ഇത് b ആണ് അല്ലെ? അപ്പൊ എങ്ങനെ ഉണ്ടാവുക a ക്യൂബ് പ്ലസ് b ക്യൂബ് അല്ലെ? ഇതിന്റെ ഉള്ളിൽ a ക്യൂബ് പ്ലസ് b ക്യൂബ് ഇല്ലേ, അതിന് ഞാൻ ഇവിടെ എങ്ങനെയായിട്ട് മാറ്റി ചെയ്ത് കാണിച്ചു തരാം. a ക്യൂബ് പ്ലസ് b ക്യൂബിനെ ഞാൻ മാറ്റി ചെയ്തത് നന്നായി ശ്രദ്ധിക്കട്ടോ. ആ ഫോർമുല നോക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി a ക്യൂബ് പ്ലസ് b ക്യൂബ് ആണ് നമുക്ക് വേണ്ട. ഇയാളെ എങ്ങനെ മോഡലാണ് a ക്യൂബ് പ്ലസ് b ക്യൂബ് മോഡൽ അല്ലേ? അപ്പോ ഈക്വൽ ടു ആരാ a പ്ലസ് b ഹോൾ ക്യൂബ്, ഈ പ്ലസ് 3 ഇങ്ങോട്ട് വന്ന മൈനസ് 3ab ഇൻറ്റു a പ്ലസ് b. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ അവിടെ കൊടുക്കുകയാണ്, ഇക്വേഷൻ ഇവിടെ കൊടുക്കട്ടാ. ശ്രദ്ധിക്ക്, ഇക്വേഷൻ ഇവിടെ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി ഈക്വൽ ടു a ക്യൂബ് പ്ലസ് b ക്യൂബ് എന്ന് പറഞ്ഞാൽ അതാരാ ശരിക്ക് a പ്ലസ് sin സ്ക്വയർ x പ്ലസ് ആരായി cos സ്ക്വയർ x ഹോൾ ക്യൂബ് മൈനസ് അല്ലെ a പ്ലസ് b ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു
എന്റെ വാല്യൂ എന്താ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ബിന്റെ വാല്യൂ എന്താ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി മാറി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ എ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് എ എന്ന് പറഞ്ഞാൽ ആരായി സൈൻ സ്ക്വയർ എക്സ് ബി എന്ന് പറഞ്ഞാൽ ആരായി കോസ് സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ആരായി ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ്. ഇനി ഞാൻ നേരിട്ട് എഴുതിട്ടോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. 1ന്റെ ഏത് പവറും 1 തന്നെയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ഇത് 1 ആയി 1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു ആരായി സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആയി ഓൾ ഡിവൈഡഡ് ബൈ ആരാണ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ്. ഓക്കെ അല്ലേ? ഇപ്പൊ താഴെ ഒരു ടേമും മുകളിൽ 2 ടേമുമായി സ്പ്ലിറ്റ് ചെയ്തൂടെ. ഇന്റഗ്രേറ്റ് ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് ആയി മാറും. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് ആയി മാറും. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് ആരായി 1 ബൈ ആരായി മാറി സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഈ 3 കണ്ട് പുറത്തേക്ക് എഴുതട്ടോ. അപ്പൊ ഞാൻ 3 ഇവിടെ എഴുതി മൈനസ് 3 ഇൻറ്റു ആരായി മാറി സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇൻറ്റു ഡി എക്സ് കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് ആയി മുഴുവനായിട്ട് ക്യാൻസൽ ആയി. കാരണം രണ്ടും സെയിം ടൈം അല്ല. ഇനി ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ ഫോം ആണ് ഇവിടെ ഉള്ളത്. ഈ 1നെ ഞാൻ മാറ്റി എഴുതി ഇവിടെ. എങ്ങനെ ഉണ്ടാവുക ഇന്റഗ്രൽ ഓഫ് ആരായി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ആരാണ് കോസ് സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ആരാണ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി ഡി എക്സ് മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ക്യാൻസൽ ആയ 1 ഡി എക്സ് മാത്രം ഉണ്ടാവും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തോ ഈ കാണുന്ന ടേമിന് മുകളിലും താഴെ സ്പ്ലിറ്റ് ചെയ്യല്ലേ. അപ്പൊ എങ്ങനെ ഉണ്ടാവുക ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ആരായി മാറി സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് സ്പ്ലിറ്റ് ആക്കിയിട്ട് അപ്പൊ തന്നെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു ഇൻറ്റു ആരായി സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് അടുത്ത ടേം ഏത് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ആരായി കോസ് സ്ക്വയർ എക്സ് മൈനസ് ആരായി 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആരായി 1 ഡി എക്സ് ആയി മാറി. ഓക്കെ അല്ലേ? that is equal to sin square cancel ആയി cos square cancel ആയി that is equal to integral of 1 by cos square എന്ന് പറഞ്ഞാൽ അതാരായി sec square x into ആരായി dx plus ആരായി മാറി integral of 1 by sin square x എന്ന് പറഞ്ഞാൽ അതാരായി cosec square x ആയി മൈനസ് ആരായി മാറി integral of 3 into 1 എന്ന് പറഞ്ഞാൽ അതാരായി 3x. ഇനി ഇവിടെ sec square x ന്റെ ഇന്റഗ്രൽ ആരാ tan x പ്ലസ് ആയി cosec square x ന്റെ ഇന്റഗ്രൽ ആരാ മൈനസ് cot x മൈനസ് ആരായി 3x plus ആരായി c ആയി മാറി that is equal to tan x minus ആരായി പ്ലസ് മൈനസ് മൈനസ് അല്ലേ മൈനസ് ആരായി cot x മൈനസ് ആരായി 3x plus ആരായി c ആയി മാറി. ഓക്കെ ആണല്ലോ? ഈസി അല്ലേ? ഓക്കെ. അപ്പോ ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ചിലപ്പോൾ നമ്മൾ എക്സാമിലേക്ക് ചോദിക്കുമ്പോൾ 2-3 പ്രോബ്ലത്തിന്റെ ഒരേ കൺസെപ്റ്റ് ഉള്ള ഒരു പ്രോബ്ലം ആണ് ഇതല്ലേ. അപ്പോ റെഡി. നെക്സ്റ്റ് പ്രോബ്ലം 25th problem 1 minus cos 2x root of ഇവിടെ tan inverse അല്ല. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം tan inverse of tan x ആക്കുകയാണെങ്കിൽ നല്ല സുഖം അത് x ആയിക്കോളും. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഇങ്ങനെ ഒരു ഫോർമുല ഇല്ല tan inverse of tan x എന്ന് പറഞ്ഞാൽ അത് x ആയി പോകും. അപ്പൊ എനിക്ക് ഉള്ളിലുള്ള ആളെ എനിക്ക് tan ആക്കണം. അതിന് വേണ്ടിയിട്ടേ 1 minus cos 2x എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇതിൽ എഴുതി കാണിച്ചിരുന്നു 2 sin square x ആണെന്ന് നമുക്കറിയാം. 1 plus cos 2x എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് നമുക്കറിയാം 2 cos square x ആണെന്ന് അറിയാം. തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ ഞാൻ എഴുതിയിരുന്ന അങ്ങനത്തെ മോഡൽ അല്ലേ. sin square x നമുക്ക് 1 minus cos 2x by 2 എന്ന് എഴുതാം. cos square x നമുക്ക് 1 plus cos 2x by 2 എന്ന് എഴുതാം. ഇത് രണ്ടും ഇവിടെ കൊടുത്താൽ മതി. implies that integral of tan inverse of ആരായി root of 1 minus cos 2x എന്ന് പറഞ്ഞാൽ അത് ആരാ 2 sin square x whole divided by 1 plus cos 2x എന്ന് പറഞ്ഞാൽ ആരാ 2 cos square x ആ. ഇവിടെ കിട്ടി sin square x by cos square x എന്ന് പറഞ്ഞാൽ ആരാ tan inverse of sin square x by cos square x എന്ന് പറഞ്ഞാൽ tan square x ആണ്. റെഡി അല്ലേ? tan square x into dx tan square x into ആരായി dx കേട്ടോ. നമ്മൾ ഇന്റഗ്രന്റ് മാത്രമല്ല എടുത്തിരുന്നത് ഫംഗ്ഷൻ മുഴുവനായിട്ട് എടുത്തിരുന്നത്.
equal to integral of tan inverse of റൂട്ടിന്റെ ഉള്ളിലെ tan സ്ക്വയർ അല്ലേ അപ്പോൾ root of x square എന്ന് പറഞ്ഞാൽ അത് x ആയി അപ്പോൾ root of tan square എന്ന് പറഞ്ഞാൽ അത് ആരായി tan x ആയി into ആരായി dx tan inverse of tan inverse എന്ന് പറഞ്ഞാൽ അത് ആരാണ് that is x into dx ആണ് x ന്റെ ഇന്റഗ്രൽ എന്താ that is x square by 2 plus c ഓക്കേ അല്ലേ അടുത്തൊരു പ്രോബ്ലം നോക്കാം 26th problem 1 plus sin x divided by 1 minus sin x കോഞ്ചുഗേറ്റ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാലോ into കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 1 minus sin x ന്റെ കോഞ്ചുഗേറ്റ് എന്താ 1 plus sin x അപ്പോൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1 plus sin x all divided by 1 plus sin x അപ്പോൾ നമ്മൾ ഇതിനെ മുമ്പ് എഴുതണം മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 1 plus sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ഇവിടെ 1 minus sin x ആയതുകൊണ്ട് 1 plus sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം എന്താ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റൂല ഈക്വൽ ടു ഇവിടെ a plus b ഉണ്ട് a plus b എന്തുണ്ടാവുക 1 plus sin x whole square എന്തായി മാറി 1 plus sin x whole square all divided by sin square x plus cos square x എന്ന് പറഞ്ഞാൽ അത് ആരായി മാറി a square minus b square ഓക്കേ അല്ലേ a square minus b square ആയി മാറി equal to എന്തായി മാറി 1 plus sin x the whole square divided by 1 minus sin square x എന്ന് പറഞ്ഞാൽ അതാരാ cos square x 1 minus sin square x എന്ന് പറഞ്ഞാൽ അതാരായി മാറി cos square x ആയി മാറി ഓക്കേ അല്ലേ ഇനി 1 plus sin square x 1 plus sin x whole square ഞാൻ എക്സ്പാൻഡ് ചെയ്യും a plus b whole square വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ട a plus b whole square വെച്ചിട്ട് എനിക്ക് എക്സ്പാൻഡ് ചെയ്യും ഇങ്ങനെ a square plus b square plus ആരായി 2ab വെച്ച് ഞാൻ എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ എക്സ്പാൻഷൻ നോക്കിക്കോ that is equal to a square plus 2 into ab plus ആരായി b square ആയി that is ആരായി sin square divided by cos square x അപ്പോൾ ഇനി ഇതിനെ സ്പ്ലിറ്റ് ആക്കാം അല്ലേ സ്പ്ലിറ്റ് ചെയ്യാം then integrate ഇതിനെ ഞാൻ എന്ത് ചെയ്തു ഇന്റഗ്രേറ്റ് ചെയ്തു that is integral of 1 plus 2 sin x into cos x plus sin square x a square plus 2ab plus b square that is ആരായി cos x ആയി മാറി means cos square x into ആരായി dx ഓക്കേ അല്ലേ into ആരായി മാറി dx ആയി ഇനി സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്തിട്ട് വലിയൊരു ഇന്റഗ്രൽ ഉണ്ടാക്കിയത് ഇന്റഗ്രൽ ഓഫ് ആരായി 1 by cos square x dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് കിട്ടുവിനൊക്കെ പുറത്തേക്ക് എഴുതാം into ആരായി sin x into cos x all divided by ആരായി മാറി cos square x into dx പ്ലസ് ആരായി ഇന്റഗ്രൽ ഓഫ് ആരായി sin square x divided by ആരായി cos square x into ആരായി dx that is equal to integral of 1 by cos square x എന്ന് പറഞ്ഞാൽ അതാരാ that is sec square x into dx plus 2 into ഈ കോസും ക്യാൻസൽ ചെയ്തു ബാക്കി sin by cos എന്ന് പറഞ്ഞാൽ അതാരാ tan ആണ് that is 1 integral of എന്തായി മാറി tan x ആയി മാറി ഓക്കേ അല്ലേ sin x by cos x എന്ന് പറഞ്ഞാൽ ആരായി tan x ആയി മാറി into dx ആയി പ്ലസ് ആരായി sin square x by cos square x എന്ന് പറഞ്ഞാൽ ആരായി tan square x into ആരായി മാറി dx ആയി മാറി into ആരായി മാറി dx ആയി മാറി equal to ആരായി മാറി sec square x ന്റെ ഇന്റഗ്രൽ ആരാ tan x ആണ് plus 2 into integral of tan x dx plus ആരായി tan square x നമുക്ക് എങ്ങനെ എഴുതാം integral of sec square x minus 1 into dx എന്ന് എഴുതിക്കൂടാ that is equal to ആരായി മാറി tan x plus ആരായി 2 into integral of tan x dx plus ശ്രദ്ധിക്കാം that is equal to sec square x എന്ന് പറഞ്ഞാൽ അതാരാ tan x ന്റെ sec square x ന്റെ ഇന്റഗ്രൽ tan x minus ആരായി x plus ആരായി c ആയി ഇനി ഇവിടെ ഈ ഇന്റഗ്രൽ ഓഫ് tan x ഇല്ലേ ഇന്റഗ്രൽ ഓഫ് tan x എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത നിങ്ങളുടെ മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷന്റെ നെക്സ്റ്റ് ഒരു മോഡലാണ് ഇപ്പോ അത് ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതും കാരണം ഇതിൽ ഇങ്ങനെ tan വന്നത് കൊണ്ട് ഞാൻ എഴുതിട്ടോ ഈക്വൽ ടു tan x പ്ലസ് ആരായി 2 into log mod sec x plus tan x minus x plus ആരായി c
രണ്ട് tan x ഉണ്ടല്ലോ, ഇതിനെ ഒരുമിച്ച് ഇതിങ്ങനെ ഓർത്തിരുന്നാ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓർത്തിരുന്നാ മതി. ഓക്കെ, ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഓർത്തിരിക്കുക. tan x ന്റെ ഇന്റഗ്രൽ എന്താ? log mod sec x ആണ്. ഈക്വൽ ടു tan എത്ര tan ആയി? 2 tan x പ്ലസ് ആരായി? 2 into log mod sec x പ്ലസ് മൈനസ് ആരായി? x ആയി പ്ലസ് ആരായി? c ആയി മാറി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഫോർമുല മാത്രമേ ശ്രദ്ധിക്കുക. അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ സോൾവ് ചെയ്ത് തരാം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം 27th പ്രോബ്ലം. സൈൻ ഇൻവേഴ്സ് ഓഫ് cos x. നമുക്ക് അറിയുന്ന പ്രോപ്പർട്ടി ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് sin x എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആരാ? x ആണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, cos x എന്ന് പറഞ്ഞാൽ അതെന്താ? sin π/2 മൈനസ് x ആണ് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് ഇതിനുള്ളിൽ കോസ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതിന് എഴുതാൻ വേണ്ടിട്ട് ഞാൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യും. അപ്പോ ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് cos x എന്ന് പറഞ്ഞാൽ ആരാ? sin π/2 മൈനസ് x. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ എനിക്ക് ഇങ്ങനെ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് sin π/2 മൈനസ് x എന്ന് പറഞ്ഞാൽ അത് ആരുണ്ടാവുള്ളൂ? π/2 മൈനസ് x ഇൻറ്റു dx ഉണ്ടാവുള്ളൂ. π/2 മൈനസ് x ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ ഓഫ് 1 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് x dx ആയി. ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുക? ഈക്വൽ ടു π/2 ഇൻറ്റു 1 ന്റെ ഇന്റഗ്രൽ x മൈനസ് x ന്റെ ഇന്റഗ്രൽ x²/2 പ്ലസ് ആരായി? c ആയി. ഓക്കെ അല്ലേ? ചെയ്ത് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇൻവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ അതേ ഫംഗ്ഷൻ തന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ലാസ്റ്റിലെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം കേട്ടോ. ഈക്വൽ ടു ക്വസ്റ്റ്യൻ ഏതാണ്? ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓഫ് tan ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റ് ഓഫ് sec x പ്ലസ് tan x dx ആണ്. ഇതിനെ ടാനിന്റെ ഉള്ളില് tan ഇൻവേഴ്സ് x വരേണ്ട സ്ഥാനത്ത് ഇവിടെ ആരാണ്? sec x പ്ലസ് tan x ആണ്. അപ്പൊ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ടേ നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഈസി ആണല്ലോ. tan ഇൻവേഴ്സ് ഓഫ് tan x എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് എഴുതാം? x എന്ന് എഴുതാലോ. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എനിക്ക് എന്തിനെ കൊണ്ടുവരണം? ടാനെ കൊണ്ടുവരണം. എനിക്ക് ആരെ കൊണ്ടുവരണം? tan ഫംഗ്ഷനെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് tan എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. tan x എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. sin x ബൈ cos x ആണ് tan x നമുക്കറിയാം അല്ലെ? നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ച് കാണിക്കുകയാണ്. ഇനി sec x എന്ന് പറഞ്ഞാൽ ആരാ? അതിൻ്റെ ഉള്ളിൽ sec ഉണ്ട്. sec x എന്ന് പറഞ്ഞാൽ അത് ആരായി മാറി? 1 ബൈ cos x ആയി മാറി. sec x പറഞ്ഞാൽ അത് ആരായി മാറി? 1 ബൈ cos x ആയി. അപ്പോ ഇത് മൂന്ന് നമുക്ക് ഇതിലേക്കാണ് നമുക്ക് ടാർഗറ്റ്. ഇതാണ് ദാറ്റ് ഈസ് tan x ആണ് നമ്മളൊരു ടാർഗറ്റ് ആയി വരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടേ ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, അറേഞ്ച് ചെയ്യുന്നതിന് ആൻസർ ആക്കുന്നത് നന്നായി ശ്രദ്ധിക്കട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. എപ്പോഴും നമുക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കട്ടോ. ഏതെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ആരായി മാറി? tan ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റ് ഓഫ്. ഓക്കെ അല്ലേ? സീക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ cos x പ്ലസ് tan x എങ്ങനെ എഴുതാം? റെഡി? sin x ബൈ cos x ഇൻറ്റു ആരായി മാറി? dx. ഓക്കെ അല്ലേ? ഇൻറ്റു ആരായി മാറി? dx ആയി മാറി. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ആരായി? tan ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ്. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. cos x ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ഡിനോമിനേറ്ററിൽ ക്ലബ് ആക്കി എഴുതാലോ. അപ്പൊ എങ്ങനെ എഴുതാം? ഓൾ ഡിവൈഡഡ് ബൈ cos x. ദെൻ മുകളിൽ ആരുണ്ടാവും? 1 പ്ലസ് ആരായി? sin x ആയി ഇൻറ്റു ആരായി മാറി? dx ആയി. നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം ഇൻവേഴ്സ് ഫംഗ്ഷൻ വന്നപ്പോൾ നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് sin x മുകളിലുണ്ട്, താഴെ ആരുണ്ട്? cos x ഉണ്ട്. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ആരായി മാറി? tan ഇൻവേഴ്സ് ഓഫ് ഈ 1 പ്ലസ് sin x എന്ന് പറഞ്ഞാൽ ആരായി? 2 cos square x ആണ് ആവുന്നത്. 1 പ്ലസ് sin x എന്ന് പറഞ്ഞാൽ അത് ആരായി മാറി? 2 cos square x. എന്നാൽ cos x എന്ന് പറഞ്ഞാൽ ആരായി മാറി? ഒന്നും ചെയ്യാൻ കഴിയും. നമുക്ക് sin x ആണ് നമുക്ക് 2 sin x by 2 cos x by 2 എന്നൊക്കെ എഴുതായിരുന്നു. അപ്പോ ഇനി നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഒന്ന് ചേഞ്ച് വരുത്തുകയാണ്. എങ്ങനെയാണ്? 1 മൈനസ് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടാ. 1 മൈനസ് sin x ഓൾ ഡിവൈഡഡ് ബൈ cos x ഓൾ ഡിവൈഡഡ് ബൈ ആരായി മാറി? cos x ഇൻറ്റു ആരായി മാറി? dx ആയി മാറി. cos x ഇൻറ്റു ആരായി മാറി? dx ആയി മാറി.
ഇനി ഇവിടെ സൈൻ ബൈ കോസ് മോഡലിൽ വരണം അല്ലെ. സൈൻ ബൈ കോസ് മോഡലിൽ വരാൻ വേണ്ടിയിട്ട് ഈ മൈനസ് സൈനിനെ ഞാൻ ചേഞ്ച് ചെയ്യൂട്ടോ. മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് എന്ത് എഴുതാം? മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് ആരാ ശരിക്ക്? കോസിന്റെ ലാംഗ്വേജിൽ എഴുതിക്കേ. മൈനസ് സൈൻ എക്സിനെ കോസ് ഫംഗ്ഷന്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? കോസ് എക്സ് ആണ്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി? കോസ് എക്സ് ആയി മാറി. ഓക്കെ അല്ലെ? ഇനി ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാണ്. മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അതാരാണ് ശരിക്കും? ആരാണത്? ദാറ്റ് ഈസ് കോസ് ആരാണ്? പൈ ബൈ 2 പ്ലസ് എക്സിന്റെ വാല്യൂ അല്ലേ മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ? കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി? പ്ലസ് സൈൻ എക്സ് ആയി. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി? മൈനസ് സൈൻ എക്സ് ആയി. അപ്പൊ ഇനി ഞാൻ മുകളിൽ ചേഞ്ച് വരുത്താണ്. ഇന്റഗ്രൽ ഓഫ് ആരായി മാറി? ടാൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 1 മൈനസ്. ഓക്കെ, ഈ മൈനസ് സൈൻ എക്സിന്റെ പകരം ഞാൻ എന്ത് ചെയ്തും? കോസ് ഓഫ് ആരായി മാറി? പൈ ബൈ 2 പ്ലസ് ആരായി മാറി? എക്സ് ഓൾ ഡിവൈഡഡ് ബൈ. ഓക്കെ അല്ലെ? ഇനി കോസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് എന്നുള്ളത് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എക്സ് ആണ്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി? കോസ് എക്സ് ആയി. ഇത് ഏത് ക്വാഡ്രന്റ് ആണ്? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? അപ്പൊ അതിനെ കോസിനെ തേർഡ് ക്വാഡ്രന്റിൽ ഒന്ന് എഴുതിക്കാം. ദാറ്റ് ഈസ് സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി? കോസ് എക്സ് ആയി മാറി. സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി മാറി? കോസ് എക്സ് ആയി മാറി. ഞാൻ അവിടെ എഴുതി. ദാറ്റ് ഈസ് ഇക്വൽ എന്തായി മാറി? സൈൻ പൈ ബൈ 2 പ്ലസ് എന്തെന്ന് എഴുതി? എക്സ് എന്ന് എഴുതി. ഇപ്പൊ എനിക്ക് മുകളിൽ ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടി. ഇനി 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? 1 മൈനസ് കോസ് 2x ബൈ 2. ഇതിന്റെ ഫോം എന്താ ശരിക്ക്? 2 സൈൻ സ്ക്വയർ എക്സ് എന്നല്ലേ? 2 സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, സോറി, സൈൻ സ്ക്വയർ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന് എഴുതാലോ. ഈ 2 അങ്ങോട്ട് കൊടുത്തോക്കാം. ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മൈനസ് കോസ് 2x ഈസ് ഈക്വൽ ടു ആരായി? 2 സൈൻ സ്ക്വയർ എക്സ് ആയി മാറി. എന്തായി മാറി? 2 സൈൻ സ്ക്വയർ എക്സ് ആയി മാറി. ഓക്കെ അല്ലെ? ഇനി ഇതിന് ഞാൻ ഫുൾ ഹാഫ് ആംഗിൾ ഫോർമുല ആക്കിയാണ്. ഇതിനെന്താക്കാണ്? ഹാഫ് ആംഗിൾ ആക്കണം. അപ്പൊ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരായി? യെസ്, 2 ഇൻറ്റു സൈൻ സ്ക്വയർ. 2 ഇൻറ്റു ആരായി? സൈൻ സ്ക്വയർ. ഇനി ശ്രദ്ധിക്കട്ടാ, ഇവിടെ 2x ആയപ്പോ ഇവിടെ x ആയില്ലേ? ഇവിടെ 2x ആയപ്പോ ഇവിടെ x. നമ്മൾ +1 ഹാഫ് ആംഗിൾ ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ നമുക്ക് എല്ലാ ഫംഗ്ഷനും നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ആക്കി എഴുതാം. കോസ് ഓഫ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. ആ ഫോർമുല ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ അല്ലെ? 1 മൈനസ് കോസ് എക്സ് എന്നുള്ളത് എന്ത് ചെയ്യാണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്താക്കും? അപ്പൊ ഈ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 ഉണ്ടാവുന്ന ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പൊ എന്തായി മാറി? ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്താ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ആരായി? സൈൻ സ്ക്വയർ പൈ ബൈ 2 പ്ലസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 ആയി മാറി. ഓക്കെ അല്ലെ? ഇതിന്റെ പകുതിയായി മാറി. ഇവിടെ 2x ആയപ്പോ അപ്പുറത്ത് എക്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ പൈ ബൈ 2 പ്ലസ് എക്സ് ആയപ്പോ അതിന്റെ പകുതിയായി മാറി. ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ഇത് നമുക്ക് അറിയുന്ന സിമ്പിൾ ആയ ഒരു ഫോർമുലയാണ്. അതായത് സൈൻ 2x ഈക്വൽ ടു എന്താ? 2 സൈൻ എക്സ് കോസ് എക്സ് ആ. സൈൻ 2x എന്ന് പറഞ്ഞാൽ അത് ആരായി മാറി? 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പൊ ഇതിന് ഞാൻ 2x ആയി കൺസിഡർ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ എക്സിന് എങ്ങനെ എഴുതാം? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 അല്ലെ? ഇത് ഫുൾ ആയിട്ടുള്ള ഫോർമുല, ഇതിന്റെ ഹാഫ് ആംഗിൾ ഫോർമുല അല്ലെ? ഒരു സൈൻ 2x ഉണ്ടെങ്കിൽ അതിന്റെ ഹാഫ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഇതേ മോഡൽ ഇവിടെ കൊടുത്തു. അപ്പൊ എന്തായി മാറി? 2 ഇൻറ്റു സൈൻ എക്സിന്റെ സ്ഥാനത്ത് ആരാ? പൈ ബൈ 2 പ്ലസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആരായി? കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 ആരായി? 2 ഓൾ ഡിവൈഡഡ് ബൈ 2 ആയി മാറി. ഇനി നോക്കിക്കോ, ഈ സൈൻ സ്ക്വയർ ഉണ്ട് ഇവിടെ. പൈ ബൈ 2 പ്ലസ് എക്സ് ബൈ 2 ഇവിടെ ഉണ്ട്. ഇവിടെ സൈൻ ഒന്നുണ്ട്, അത് ക്യാൻസൽ ആക്കി. ഈ 2 ക്യാൻസൽ ചെയ്തു. പുറത്ത് ഇൻറ്റു ഡി എക്സ് ഉണ്ട് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇൻറ്റു ഡി എക്സ് ആയി. ഇനി ഞാൻ ഇതിനൊന്നും കൂടി ചേഞ്ച് ചെയ്യാണ്. ഈക്വൽ ടു ആരായി മാറി? ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ്. മുകളിൽ സൈൻ സ്ക്വയറിൽ ഒരാൾ ക്യാൻസൽ ആയില്ലേ? ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങോട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ഓഫ്. ഈ 2 ന്യൂമറേറ്ററിൽ സ്പ്ലിറ്റ് ചെയ്യും. ആംഗിളിന്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? സൈൻ ഓഫ്
പൈ ബൈ 4 പ്ലസ് ആരായി മാറി എക്സ് ബൈ 2 ആയി മാറി. പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് ഇതേ ഫോർമുല തന്നെയല്ലേ എവിടെ ഉണ്ടാവുക, ദാറ്റ് ഈസ് കോസ് ഓഫ് ആരായി മാറി പൈ ബൈ 4 പ്ലസ് ആരായി മാറി എക്സ് ബൈ 2 ആയി മാറി ഇൻറ്റു ആരായി മാറി ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ്. ഓക്കെ അല്ലേ, ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ്. ഈ സൈനും ഈ സൈന്റെയും ഈ കോസിന്റെയും ആംഗിൾ സെയിം അല്ലേ, പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 തന്നെയല്ലേ ഇതിന്റെ ആംഗിൾ. അതുകൊണ്ട് അതൊന്നും ചെയ്യാനില്ല. നമുക്കൊരു കാര്യം അറിയാം, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ അതാരാ, ടാൻ ആണ്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ അതാരാണ്, ടാൻ ആണ്. എക്സിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്, പൈ ബൈ 4 പ്ലസ് ആരായി എക്സ് ബൈ 2 ആയി മാറി. എക്സിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്, ദാറ്റ് ഈസ് ആരാണ് പൈ ബൈ 4 പ്ലസ് ആരായി എക്സ് ബൈ 2 ആയി മാറി. ഓക്കെ അല്ലേ, ഇൻറ്റു ആരായി ഡി എക്സ്. ഇനി നമ്മളെ ഫസ്റ്റ് ഫോർമുല ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അതാരാ, എക്സ് ആയി മാറി. അപ്പൊ ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്തു. ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് മോഡൽ അല്ലേ. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് മോഡൽ ആയതുകൊണ്ട് ഇത് ആര് മാത്രം ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 പ്ലസ് ആരായി എക്സ് ബൈ 2 മാത്രം ഉണ്ടാവുള്ളൂ ഇൻറ്റു ഡി എക്സ് ആയി മാറി. ഇനി ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതുവരെ നമ്മൾ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നില്ല, മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്യായിരുന്നു. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ഈസിയസ്റ്റ് ഫോം ഒക്കെ ആയതിന്റെ ശേഷം എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഈക്വൽ ടു ഇതിനെ പൈ ബൈ 4നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി, സ്പ്ലിറ്റ് ചെയ്തു. പൈ ബൈ 4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് പ്ലസ് എക്സ് ബൈ 2 1 ബൈ 2നെ പുറത്താക്കി. അപ്പോൾ 1 ബൈ 2 ഇൻറ്റു എക്സ് ഡി എക്സ് ആയി. ഓക്കെ, ദാറ്റ് ഈസ് പൈ ബൈ 4 ഇൻറ്റു 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതാരായി പൈ എക്സ് ബൈ 4. ഓക്കെ അല്ലേ, പ്ലസ് ആരായി മാറി 1 ബൈ 2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഫൈനൽ ആൻസർ ആയി എന്തായി മാറി സി ആയി മാറി. ഇനി ഇവിടെ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ഇല്ലേ, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്. ഞാൻ ഇതിനെ ക്ലബ് ആക്കി എഴുതി. എങ്ങനെ എഴുതാ, ഇതിനൊന്നും ഈ പ്ലസ് ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടൊക്കെ എഴുതാം, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ എഴുതി നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് പൈ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 4 ഓൾ ഡിവൈഡഡ് ബൈ എന്തായി 4 ആയി മാറി പ്ലസ് ആരായി സി ആയി മാറി. റെഡി അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് പൈ എക്സ് പ്ലസ് സി ഓൾ ഡിവൈഡഡ് ബൈ 4.